ഹലോ ഗൈസ്, അവസാനം സുധിയും ചന്ദ്രമതിയും പിടിക്കപ്പെടുകയാണ്. ഗോൾഡ് ആഭരണങ്ങൾ മാറ്റി ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ അവരാണ് വെച്ചതെന്ന് സമ്മതിക്കേണ്ടി വരികയാണ്. ഈ കള്ളം കയ്യോടെ പൊക്കാൻ കാരണമായത് ദേവു ആണ് കേട്ടോ. ദേവു കോളേജ് കഴിഞ്ഞു വരുന്ന സമയത്ത് ദേവുവിന്റെ ഒരു കൂട്ടുകാരിയെ കാണുന്നുണ്ട്. ആ കൂട്ടുകാരിയാണ് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ വാങ്ങാൻ പോയപ്പോ അവിടെ സുധിയെയും ചന്ദ്രമതിയെയും കണ്ട വിവരം പറയുന്നത്. അപ്പൊ തന്നെ നമ്മുടെ ദേവു ഈ വിവരം ചൂടാറാതെ തന്നെ രേവതിയെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. രേവതിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം അവര് അവസാന തടവായ കൂടോത്രം വരെ പഴറ്റിയിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ അതിലൊന്നും സുധിയും ചന്ദ്രമതിയും വീഴുന്നില്ല. അവര് പേടിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും ഒരു വിധേന സുധിയും ചന്ദ്രമതിയും അതിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ അവസാനത്തെ കച്ചി തുരുമ്പെന്ന നിലയിൽ ദേവുവിന്റെ കൂട്ടുകാരി പറഞ്ഞ വിവരം അറിയിക്കുമ്പോ അത് വലിയ ആശ്വാസമാണ് രേവതിക്ക്. രേവതി ഇത് നേരെ തന്നെ സച്ചിയെ വിളിച്ച് അറിയിക്കുകയാണ്. സച്ചി ഈ വിവരം അറിഞ്ഞതിനു ശേഷം എന്തൊക്കെയായിരിക്കും ഉണ്ടായിരിക്കാന്നറിയോ? അപ്പൊ നമുക്ക് ഈ ഒരു എപ്പിസോഡിലോട്ട് കടന്നാലോ? ആദ്യം തന്നെ കാണിക്കുന്നത് സച്ചിയാണ് കേട്ടോ. സച്ചി രേവതിയുടെ അടുത്തോട്ട് വരുന്നുണ്ട്. രേവതി, എന്താ കഴിക്കാൻ? സച്ചേട്ടാ, ആ പാത്രത്തിൽ കുറച്ച് ദോശ ഇരിപ്പുണ്ട്, കറി ഇതിന്ന് എടുത്തോ. അല്ല, നീയൊന്നും കഴിക്കുന്നില്ലേ? സമയം ഇപ്പൊ 9 മണിയായല്ലോ. സച്ചേട്ടാ, എനിക്ക് കുറച്ചുകൂടി പണിയുണ്ട്, സച്ചേട്ടൻ കഴിക്കി. അത് പറഞ്ഞാ പറ്റില്ല, എന്റെ കൂടെ രേവതിയും കഴിക്കാൻ വേണം. സച്ചേട്ടാ, അടുക്കളയിലെ പണി ഒന്നും തീർന്നിട്ടില്ല. അതിന്റെ ഇടയ്ക്ക് ഞാൻ ആഹാരം കഴിക്കാൻ ഇരുന്നാലേ അപ്പ അമ്മ വരും, എന്തെങ്കിലുമൊക്കെ പറയും. വെറുതെ എന്തിനാ സച്ചേട്ടാ രാവിലെ തന്നെ മൂഡ് പോക്കുന്നത്? അല്ലെങ്കിലേ എന്നെ ഓരോന്ന് പറഞ്ഞ് കുത്തി നോവിക്കാൻ അവസരം കാത്തു നിൽക്കുക അമ്മ. നമ്മളായിട്ട് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണോ? അത് ശരി, ഭക്ഷണം കഴിക്കുന്നതിനും അമ്മ ഇങ്ങനെ ഓരോന്ന് പറയാൻ നിൽക്കുവോ? എന്നാ പിന്നെ ഈ സച്ചിക്ക് അതൊന്ന് കാണണം. സച്ചേട്ടാ, വെറുതെ രാവിലെ തന്നെ വിഷയം ഉണ്ടാക്കണ്ട. സച്ചേട്ടൻ കഴിച്ചിട്ട് പോവാൻ നോക്ക്. രേവതി, ഞാൻ പറഞ്ഞത് നിനക്ക് അനുസരിക്കാൻ പറ്റോ? എന്റെ കൂടെ വന്ന് കഴിക്കാൻ പറ്റോ? ചേട്ടാ, അല്ലെങ്കിലേ അമ്മ സ്വർണത്തിന്റെ പേരും പറഞ്ഞ് എന്നെ ഓരോന്ന് പറയുന്നുണ്ട്. ഇനി അതിന്റെ പുറത്ത് ഇതും കൂടി കേൾക്കാൻ എനിക്ക് വയ്യ. രേവതി, നീ സ്വർണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ അതിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണ്ടേ? സച്ചേട്ടാ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം നമ്മൾ ചെയ്തില്ലേ? പക്ഷെ അതിലൊന്നും അവര് വീണില്ലല്ലോ. അവര് സമയം കിട്ടുമ്പോഴൊക്കെ എന്റെ വീട്ടുകാരെ ഓരോന്ന് പറയാ, പ്രത്യേകിച്ച് എന്റെ അനിയനെ. പഠിക്കുന്ന അവനെ കുറിച്ച് എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിന്റെ അനിയനെ കുറിച്ച് അങ്ങനെ പറഞ്ഞതിലേ എനിക്ക് വലിയ ദേഷ്യമൊന്നുമില്ല. അതെന്താ സച്ചേട്ടാ അങ്ങനെ പറഞ്ഞത്? അതിനെ പ്രത്യേകിച്ച് കാരണം ഉണ്ടെന്ന് കൂട്ടിക്കോ. തൽക്കാലം എനിക്കിപ്പോ ഇത് നിന്നോട് പറയാൻ വയ്യ. അവനെ പഠിക്കാനല്ല പോകുന്നത്, റൗഡിത്തരം കാണിക്കാനാ. റൗഡിത്തരം കാണിക്കുന്നത് ആരാണെന്നൊക്കെ എനിക്കറിയാം. രേവതി, നീ പറഞ്ഞ് അതെന്റെ തലയിലോട്ട് ഇടണ്ട. നീ വന്നേ, നമുക്ക് കഴിക്കാം. അങ്ങനെ രേവതിയും കൊണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോളിലോട്ട് പോവാണ് കേട്ടോ. എന്നാ ഇത് കണ്ടോണ്ടാണ് ദേഷ്യം പിടിച്ചോണ്ട് അങ്ങോട്ടേക്ക് ചന്ദ്രമതി വരുന്നത്. എടി, നീ കഴിക്കാൻ സമയായോ? അടുക്കളയിലെ പണി മുഴുവൻ കഴിഞ്ഞോ? അമ്മേ, അത് അടുക്കളയിലെ പണി മുഴുവൻ കഴിഞ്ഞിട്ടല്ലേ നീ സാധാരണ ഒന്നും കഴിക്കാറ്. ഇന്നെന്താ നിനക്കൊരു പുതുമ? ദേ അമ്മേ, ഇവക്ക് വിശക്കുന്നുണ്ടെങ്കിലേ ആ വിശക്കുന്ന സമയത്ത് അവള് ഭക്ഷണം കഴിക്കും. അത് ചോദിക്കാൻ നിങ്ങളാരാ? അങ്ങനെ ഇവക്ക് തോന്നുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അത് ശരി, ഇവള് സമയത്തിനുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ നിങ്ങൾക്കൊക്കെ വെട്ടി വെടുങ്ങി തിന്നാം. അവക്ക് വിശക്കുമ്പോ അതിന്നൊരിത്തിരി എടുത്ത് കഴിക്കുന്നതാണ് ഇത്ര വലിയ പ്രശ്നം. എല്ലാവർക്കും ഉള്ള ഭക്ഷണം ഉണ്ടാക്കിയതിനു ശേഷം ഇവള് കഴിച്ചോട്ടെ, അതിനെനിക്ക് ഒരു പരാതിയുമില്ല. അതെ, നിങ്ങൾക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി തരുന്നതേ രേവതിയുടെ വെറും ഔദാര്യമായിട്ട് കൂട്ടിയാ മതി. അത് നിങ്ങൾക്കൊക്കെ നേരാവുമ്പോ വെച്ച് വിളമ്പാനേ ഇവിടുത്തെ ജോലിക്കാരിയൊന്നും അല്ല. സച്ചേട്ടാ, ഞാൻ പറഞ്ഞതല്ലേ, ഇനി ഇതിന്റെ പേരിൽ വെറുതെ വിഷയം ഉണ്ടാക്കണ്ട. നീ മിണ്ടാതിരിക്കും രേവതി. പറയേണ്ടതൊക്കെ അപ്പൊ ഇവരുടെ മുഖത്തോക്കി പറഞ്ഞാം. ഇല്ലാന്നുണ്ടെങ്കിലേ ഇതുപോലെ അവരോരോന്ന് പറഞ്ഞോണ്ട് നിൽക്കും. പിന്നെ സ്വർണത്തിന്റെ കാര്യം ഞാൻ വിട്ടുവെന്നൊന്നും ആരും കരുതണ്ട. അതെന്തിനാടാ നീ എന്നോട് ഇങ്ങനെ പറയുന്നത്? പിന്നെ നീ ഇത് ഇവിടെ വന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പോയി ഇവളുടെ വീട്ടിൽ പോയി പറ, അവിടെയാ കള്ളന്മാരുള്ളത്. സച്ചേട്ടാ, ഇത് കേൾപ്പിക്കാനല്ലേ എന്നെ കഴിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? രേവതി, നിനക്കെന്താ വായില്ലേ? ഇവരോട് പറയേണ്ടത് തുറന്നു പറയാൻ. എന്റെ വീട്ടുകാരല്ലേ ഇതൊന്നും ചെയ്തതെന്ന് ഞാൻ 1000 തവണ ഇവരോടൊക്കെ പറഞ്ഞു. പക്ഷെ എന്റെ വീട്ടുകാരെ തന്നെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്ക. ഇത് കേൾക്കണ്ടെന്ന് കരുതിയിട്ടാ ഞാൻ എന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് കഴിച്ചോളാന്ന് പറഞ്ഞത്. രേവതി, നിനക്ക് വിശപ്പ് തോന്നുന്നുണ്ടെങ്കിൽ ആ സമയം ഭക്ഷണം എടുത്ത് കഴിക്കണം. വിശന്നുകൊണ്ട് വയറ് കാലിയാക്കി ജോലി ചെയ്യാൻ നിൽക്കരുത്. ആ സമയത്താണ് കേട്ടോ വർഷയും ശ്രീകാന്തും അങ്ങോട്ട് വരുന്നത്. അപ്പൊ തന്നെ ശ്രീകാന്ത് പറയുന്നുണ്ട്, സച്ചേട്ടാ എന്താ പ്രശ്നം? രാവിലെ തന്നെ വഴക്കാണല്ലോ. ശ്രീകാന്തെ, അതൊന്നും പറയണ്ട. ഇവരുടെ വേർതിരിവെന്നാ ഇവിടുത്തെ ഇന്നത്തെ പ്രശ്നവും. സച്ചേട്ടാ, എന്തിനീ ആഭരണത്തിന്റെ പേരും പറഞ്ഞ് ഇങ്ങനെ വഴക്ക് കൂടുന്നത്? എടാ ശ്രീകാന്തെ, അതിന് ആഭരണത്തിന്റെ പേരിൽ ഇവിടെ ആരും വഴക്ക് കൂടിയിട്ടില്ല. പിന്നെന്തിനാ? എടാ, നിങ്ങൾക്കൊക്കെ അറിഞ്ഞൂടെ, നിങ്ങൾക്ക് നേരത്തിന് ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് രേവതിയാണ്. ആ രേവതിക്ക് വിശക്കുന്ന സമയത്ത് ഭക്ഷണം എടുത്ത് കഴിക്കാൻ പോലും ഇവിടെ അധികാരമില്ല. അപ്പൊ വർഷ പറയുന്നുണ്ട്, ആര് പറഞ്ഞു രേവതി ചേച്ചിക്ക് ഇവിടെ ഭക്ഷണം കഴിക്കാൻ അധികാരമില്ലെന്ന്? ചേച്ചിക്ക് വിശക്കുന്നെങ്കിൽ ചേച്ചി എടുത്ത് കഴിക്കണം. അപ്പൊ രേവതി പറയുന്നുണ്ട്, വർഷേ, ഞാൻ കഴിക്കാഞ്ഞിട്ടാണോ? പിന്നെ എന്താ ചേച്ചി പ്രശ്നം? അത് തന്നെയാണ് ഞാൻ അമ്മയോട് ചോദിക്കുന്നത്, അല്ലാതെ രേവതിയോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഇവിടുത്തെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് എന്റെ രേവതിക്ക് ഇവിടുന്ന് ഭക്ഷണം കൊടുക്കത്തുള്ളൂ ഇവര്.
അപ്പൊ ശ്രീകാന്ത് പറയുന്നുണ്ട്, അമ്മേ ഇതൊക്കെ കുറച്ച് കടന്ന കൈയാണ്. വിശക്കുന്ന ആൾക്ക് ഭക്ഷണം എടുത്ത് കഴിച്ചൂടെ? അതും ഈ വീട്ടിലെ ഒരു അംഗമല്ലേ രേവതി ചേച്ചി. നമ്മളെ കൂടെ ഒന്നും ഇരുന്ന് കഴിക്കുന്നില്ല, എന്നാ അതിന് കഴിക്കാൻ തോന്നുന്ന സമയത്ത് കഴിക്കാനുള്ള സ്വാതന്ത്ര്യം എങ്കിലും കൊടുക്കണ്ടേ? ആ എടാ, അത് ഞാൻ അങ്ങനെ പറയാൻ കാരണം അവൾ എല്ലാ പണിയും തീർത്തിട്ട് കഴിച്ചോട്ടെ എന്ന് കരുതിയിട്ടാ. അപ്പൊ വർഷ പറയുന്നുണ്ട്, അല്ല നിങ്ങൾ ഇവിടുത്തെ എല്ലാ പണിയും തീർത്താലേ രേവതി ചേച്ചിക്ക് ഭക്ഷണം കൊടുക്കത്തുള്ളൂ. അയ്യോ മോളെ, അത് അങ്ങനെയൊന്നും അല്ല. പിന്നെ എങ്ങനെയാ? വിശക്കുന്നാക്ക് ഭക്ഷണം എടുത്ത് കഴിക്കാനുള്ള അധികാരമൊക്കെ ഇവിടെ ഉണ്ട്. അതിനെ ചേച്ചി ഇവിടുത്തെ ആന്റിയെ നോക്കേണ്ട ആവശ്യമില്ല. ചേച്ചിയുടെ ഭർത്താവും ചേച്ചിയും കൂടി കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്നതിനല്ലേ ഇവിടെ ആഹാരത്തിന് എടുക്കുന്നതൊക്കെ. എല്ലാവരും തുല്യ രീതിയിൽ പങ്കുവെച്ചിട്ടാണ് ഇവിടെ ഭക്ഷണ ആഹാര സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. അതുകൊണ്ട് ചേച്ചിക്ക് തോന്നുന്ന സമയത്ത് ചേച്ചി എടുത്ത് കഴിക്കണം. അതിന് ടേബിളിൽ ഇരുന്ന് കഴിച്ചാലോ ഞങ്ങൾക്ക് മുന്നേ കഴിച്ചാലോ ഒരു കുഴപ്പമില്ല. അങ്ങനെ ആന്റി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കണം. അപ്പൊ ശ്രീകാന്ത് പറയുന്നുണ്ട്, പക്ഷെ ഒന്നും മിണ്ടാതിരുന്നേ, ഞാൻ പറയാനുള്ളത് പറയും ശ്രീകാന്തേ. ആന്റി എന്താ അല്ലേനും രേവതി ചേച്ചിയോട് കാണിക്കുന്നത്? അങ്ങനെയൊക്കെ കാണിക്കാൻ പാടുണ്ടോ? ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാതെ ആ ആളെ പട്ടിണിക്കിട്ട് പണി ചെയ്യിപ്പിക്കുന്നതാണോ ഇത്രയും നല്ല കാര്യം? അങ്ങനെയുള്ള ആള് ജയിലിൽ പോയി കിടക്കുന്ന തന്നെയാ നല്ലത്. ശ്രീകാന്ത് പറയുന്നുണ്ട് കേട്ടോ. വർഷേ, നിന്നോട് മിണ്ടാതിരിക്കാനല്ലേ പറഞ്ഞത്? ഇതിനൊന്നും എനിക്ക് മിണ്ടാതെ പ്രതികരിക്കാതെ നിൽക്കാൻ പറ്റത്തില്ല ശ്രീകാന്തെ. പറയേണ്ടതൊക്കെ അപ്പം പറയണം. അപ്പോ സച്ച് കൈയടിക്കുന്നുണ്ട് കേട്ടോ. വർഷേ, നിനക്കിതിന് ഞാനൊരു ഷെയ്ക്കാൻഡ് തന്നിരിക്കാം. ഇതുപോലൊക്കെ ഇവളുടെ നാവ് ചലിച്ചിരുന്നെങ്കിലേ എന്ന് ഇവര് 10 താഴ്ത്തി നിന്നേനെ. രേവതി ചേച്ചി, ഇനിയെങ്കിലും രേവതി ചേച്ചി ബോൾഡ് ആയിട്ട് നിൽക്കാൻ നോക്ക്. ഇവര് പറയുന്നതെല്ലാം കേട്ട് ഇങ്ങനെ തല താഴ്ത്തി നിന്നു കൊടുത്തിട്ടാ രേവതി ചേച്ചിക്ക് ഈ ഒരു അവസ്ഥ വന്നത്. ഇതൊക്കെ കേട്ടിട്ട് ചന്ദ്രമതിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. പക്ഷേ നീ എന്താ എന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റാൻ നിൽക്കാണോ? വേണ്ടി വന്ന അതും ചെയ്യൂ ആന്റി. പക്ഷേ അതിന് ഞാൻ നിന്നോട് എന്താ ചെയ്തത്? എന്നോട് ചെയ്യണമെന്നില്ല, മറ്റാരോട് ചെയ്താലും ആന്റിക്ക് കിട്ടേണ്ടത് കിട്ടും. പിന്നെ എന്നോടാണ് ചെയ്തതെങ്കിൽ ആന്റി നൃത്തം പോലെ നിൽക്കത്തില്ലായിരുന്നു. ആന്റി എത്തേണ്ടോടത്തെത്തും. പക്ഷേ നിന്നോടല്ലേ മിണ്ടാതിക്കാൻ പറഞ്ഞത്? ശ്രീകാന്തെ, എനിക്ക് പറയേണ്ടത് അപ്പം പറയണം. അതിനി ശ്രീകാന്ത് എന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് വേണ്ടില്ല. അപ്പോ സച്ചി പറയുന്നുണ്ട്, പക്ഷേ ശ്രീകാന്തിന് ഇഷ്ടമില്ലാതെ നീ ഇങ്ങനെയൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട. രേവതിക്ക് വേണ്ടി അന്നും എന്നും ഞാൻ തന്നെയുണ്ട് സംസാരിക്കാൻ. സച്ചേട്ടനെ പോലുള്ള ഭർത്താവിനെ കിട്ടിയതാ രേവതി ചേച്ചിയുടെ ഏറ്റവും വലിയ ഭാഗ്യം. അത് പിന്നെ പറയാനുണ്ടോ അല്ലേ രേവതി? അപ്പോഴാണ് ശ്രീകാന്ത് പറയുന്നത്, പക്ഷേ ഇപ്പൊ തന്നെ സമയം വൈകി. നമ്മൾ ഈ സംസാരിച്ച സമയം കൊണ്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോയിരുന്നെങ്കിൽ എന്തെങ്കിലും വയറ്റിലേക്ക് എത്തിയേനെ. ദേ ഇപ്പൊ തന്നെ ടൈം വൈകിയതുകൊണ്ടേ എനിക്ക് പെട്ടെന്ന് ഹോട്ടലിൽ എത്തണം. നീ വരുന്നുണ്ടെങ്കിൽ വാ. ഇതും പറഞ്ഞുകൊണ്ട് അവര് രണ്ടുപേരും അവിടുന്ന് പോവാണ് കേട്ടോ. അപ്പൊ ചന്ദ്രമതി പറയുന്നുണ്ട്, എടി നീ വിജയിച്ചു എന്ന് കരുതണ്ട. അവൾ എന്തെങ്കിലും വായി തോന്നിയത് വിളിച്ചു പറഞ്ഞു എന്ന് കരുതിയിട്ടേ അതേ പാതയിൽ നീയും നടക്കാൻ നിൽക്കണ്ട. അതെന്താ അവക്ക് നടന്നാ? അവളുടെ കാലെന്താ ആ പാതയിലൂടെ നടക്കില്ലേ? വേണമെങ്കിൽ നിങ്ങളും ആ പാതയിലൂടെ നടന്നു നോക്ക്, അന്ന് നിങ്ങൾ നന്നാവും. നീ പോടാ. ഇതും പറഞ്ഞുകൊണ്ട് അവിടുന്ന് ചന്ദ്രമതി ദേഷ്യം പിടിച്ച് പോവാണ്. ഞാൻ പറഞ്ഞില്ലേ സച്ചേട്ടാ, ഇപ്പൊ എത്രയൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായി. ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇതിൽ നിന്നും നീ ഒരു പാഠം പഠിച്ചില്ലല്ലോ. എപ്പോഴും നീ ഇങ്ങനെ തല താഴ്ത്തി നിന്നോടുത്തിട്ടാ അവരിങ്ങനെ നിന്റെ തലയെ കയറുന്നത്. ദേ ഇപ്പൊ വർഷം സംസാരിച്ച പോലെ നീ സംസാരിക്കുമായിരുന്നെങ്കിൽ നിനക്ക് എന്നെ ഇതുപോലൊക്കെ ആവായിരുന്നു. അപ്പോഴാണ് കേട്ടോ ശ്രുതിയും ശ്രുതിയും വരുന്നത്. ആ ബാക്കി രണ്ടുപേരും കൂടി വരുന്നുണ്ട്. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, രേവതി ഫുഡ് എടുക്ക്. ആ രേവതി, എല്ലാം ചൂടോടെ ആയിക്കോട്ടെ കേട്ടോ. ഡാഡാ, നിനക്കും നിന്റെ പെണ്ണുമ്പിള്ളക്ക് ഓർഡർ ഇടാനേ ഇതെന്താ ഹോട്ടലോ? ആ അതെന്താ ഇപ്പൊ അങ്ങനെ ഒരു ചോദ്യം? എന്നും ഇവൾ എന്നെയല്ലേ ഭക്ഷണം എടുത്തു വെക്കാറ്. എന്നാലേ ഇന്ന് നീയും നിന്റെ ഭാര്യയും കൂടി എടുത്ത് കഴിക്കാൻ നോക്ക്. ഇല്ലെങ്കിലേ ഞണ്ണാനൊന്നും ഉണ്ടാവില്ല. നീ ഒന്ന് പോടാ സച്ചി. രേവതി നീ എടുക്ക്, സമയം വൈകി. സച്ചേട്ടാ ഞാൻ നിക്ക്. നീ എന്ന് ഇവർക്ക് ഭക്ഷണം എടുത്ത് കൊടുക്കില്ല. ഇവർക്ക് വേണമെങ്കിൽ ഇവരെടുത്ത് കഴിക്കട്ടെ. ദേ സച്ചി, നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. ഷോറൂം തുറക്കാൻ സമയമായി. ഞാൻ നിന്നെ പോലെ ഒരു വെറും ഡ്രൈവറൊന്നും അല്ല, ഒരു ബിസിനസ് മാൻ ആണ്. അതുപോലെ എന്റെ ഭാര്യ ഒരു ബ്യൂട്ടി പാർലർ നടത്തുകയാണ്. ഞങ്ങൾക്ക് സമയത്തിനെത്തണം. അതുകൊണ്ട് രേവതി പോയിട്ട് ഭക്ഷണം എടുക്ക്. എന്നാ രേവതി ഒരു അടി അങ്ങോട്ട് നീങ്ങുന്നില്ല കേട്ടോ. രേവതി നിന്നോടാ പറഞ്ഞത്. അത് ശരി, നിങ്ങൾക്കൊക്കെ കൽപ്പിക്കാൻ ഞാൻ നിങ്ങളുടെ സർവന്റ് ഒന്നും അല്ലല്ലോ. മര്യാദയ്ക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എടുത്തു തന്നേനെ. പക്ഷെ സച്ചേട്ടൻ പറഞ്ഞതിൽ കാര്യമുണ്ടത് ഇപ്പൊ എനിക്ക് തോന്നുവാണ്. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, രേവതി നീ ആവശ്യമില്ലാതെ ഓരോന്ന് ചിന്തിക്കണ്ട. ശ്രുതി പറഞ്ഞത് ശരിയല്ലേ? നീ അല്ലേ എന്നും ഭക്ഷണം എടുത്ത് വെക്കാറ്. അതുകൊണ്ടല്ലേ നിന്നോട് അങ്ങനെ പറഞ്ഞത്. എന്നാൽ ഇന്നേ നിനക്കും നിന്റെ ഹസ്ബൻഡിനും നീ തന്നെ ഭക്ഷണം എടുത്താ മതി. ഛേ, ഈ രേവതി എന്താ ഇങ്ങനെ? അപ്പൊ ശ്രുതി ചോദിക്കുന്നുണ്ട്, അല്ല ഇന്നെന്താ കഴിക്കാൻ? ആ അത് പറഞ്ഞപ്പോഴാ രേവതി, ഇന്ന് നീ നല്ല സ്പെഷ്യൽ കടലക്കറിയും ദോശയല്ലേ ഉണ്ടാക്കിയത്? അയ്യേ, കടലക്കറിയും ദോശയോ? അതെന്താ ശ്രുതി, കടലക്കറിയും ദോശയും നല്ല ഭക്ഷണമല്ലേ? അല്ല ശ്രുതി, കടലക്കറിയും ദോശയേക്കാളും നല്ലത് നല്ല ചൂട് ബീഫ് കറിയും. അത് നല്ല തിക്കായിട്ടുള്ള ബീഫ് കറിയും പൊറോട്ടയല്ലേ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതിനിപ്പോ പൊറോട്ടയും ബീഫ് കറിയും മാനത്തിൽ നിന്ന് പൊട്ടിമുളിക്കോ?
എന്റെ ശ്രുതി, അതിനല്ലേ ഹോട്ടലിരിക്കുന്നത്. നീ വന്നേ, നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം. ഇവരുടെ ഒക്കെ വായിലിരിക്കുന്നത് കേട്ട് എന്തിനാ ഇവിടുത്തെ ഭക്ഷണം കഴിക്കുന്നത്? ശ്രുതി, ഇതിനൊക്കെ നമ്മൾ തന്നെ കാശ് ചെലവാക്കണ്ടേ? ചെലവാക്കണം. അത് ശ്രുതി ചെലവാക്കോ എന്ന് ശ്രുതി ഇങ്ങനെ സ്വകാര്യം പോലെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോ ശ്രുതി പറയുന്നുണ്ട്, ഇന്നത്തേക്ക് ശ്രുതി എടുക്കില്ലേ? മിണ്ടരുത്, കയ്യിൽ കാശില്ലേ, മിണ്ടാതിരുന്ന് ഇവിടെ കിട്ടുന്ന കഴിച്ചോളണം. രേവതിക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലേ ഞാൻ എടുത്തോളാം. ഇതും പറഞ്ഞിട്ട് ശ്രുതി ഭക്ഷണം എടുക്കാൻ വേണ്ടി പോവാണ്. ഭാര്യയും ഭർത്താവിന്റെ കയ്യിലെ വലിയ ബിസിനസ്മാൻ ആണെന്നുള്ള പേര് മാത്രമേ ഉള്ളൂ, അല്ലാതെ പണമില്ല. അല്ലേ രേവതി? ഇതും പറഞ്ഞുകൊണ്ട് സച്ചയാണെങ്കിൽ രേവതിയെ വിളിച്ച് അവിടുന്ന് പോവാണ്. അങ്ങനെ ശ്രുതി ഭക്ഷണം എടുക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലോട്ട് പോകുന്നുണ്ട്. അപ്പൊ തന്നെ സച്ച് വീണ്ടും ഓടി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ശ്രുതിയുടെ അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട്, ഡാ കള്ള. ഇതും പറഞ്ഞിട്ട് ശ്രുതി ചുറ്റിലും നോക്കുന്നുണ്ട് കേട്ടോ. എടാ കള്ള, നിന്നെ തന്നെ. നീ എന്തിനാ എന്നെ കള്ളാന്ന് വിളിക്കുന്നത്? ദേ, എന്നെ കള്ളാന്ന് വിളിച്ചാട്ടല്ലോ നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കാൻ ഇങ്ങ് വാടാ. നീ കള്ളം തന്നെയാ. രേവതിയുടെ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവെച്ച് അത് മുക്കുപണ്ടമാക്കി അവിടെ കൊണ്ടുവച്ചത്. ദേ, ഞാനൊന്നുമല്ല ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ കൊണ്ടുവച്ചത്. നീ അതിന് വെറുതെ എന്നെ സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതെ, അവളുടെ വീട്ടുകാരായിരിക്കും. ആരടാ അവളുടെ വീട്ടുകാരാണോടാ? അല്ലാതെ നീയല്ലേ? ഇതും പറഞ്ഞ് ഷോൾഡറിൽ കയറി പിടിക്കാട്ടോ. അപ്പൊ തന്നെ ശ്രുതി വരുന്നുണ്ട്. സച്ചി, വിടാനല്ലേ പറഞ്ഞത്? ഇത് പറഞ്ഞ് സച്ചി തള്ളി മാറ്റാണ്. എന്താ നിനക്ക് വേണ്ടത്? ശ്രുതി പറഞ്ഞു നിന്റെ ആഭരണങ്ങൾ ശ്രുതി എടുത്തിട്ടില്ലെന്ന്. അല്ലേനും ശ്രുതിക്കും എനിക്കൊന്ന് നിന്റെ ആഭരണങ്ങൾ എന്തിനാടാ? രേവതിയുടെ ആഭരണങ്ങളെ മാറ്റിവെച്ചത് രേവതിയുടെ വീട്ടുകാരായിരിക്കും. അല്ലാതെ ഞങ്ങളുടെ മെക്കെട്ട് കയറാൻ വന്നാലും ഉണ്ടല്ലോ, സച്ചി വിവരം അറിയും. ഞങ്ങൾ പോലീസിൽ ഏൽപ്പിക്കും. പോലീസ് എന്ന് കേട്ടപ്പോ തന്നെ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി അത് വിട്ടേക്ക്. ഇവൻ തലയ്ക്ക് വെളിവില്ലാതെ ഓരോന്ന് പറയുന്നതാ. ഒന്ന് പോവാൻ നോക്കടാ. ഞാൻ പോയിക്കോളാം, പക്ഷെ എന്റെ കൂടോത്രം അത് ബലിക്കും. ഇതെടുത്തവന്റെ തലയിൽ ഇടുത്തേ വീഴും. എന്റെ തല. എന്തു പറ്റി ശ്രുതി? എനിക്ക് പെട്ടെന്ന് ഭക്ഷണം കഴിച്ചപ്പോ. അല്ല, അതിന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയില്ലല്ലോ. അല്ല, ഞാൻ വെള്ളം കുടിച്ചു. അതൊക്കെ ശ്രദ്ധിക്കേണ്ടേ ശ്രുതി? ഇതും പറഞ്ഞുകൊണ്ട് തലയിൽ ഇങ്ങനെ തട്ടി കൊടുക്കാൻ കേട്ടോ. എടാ, നിന്റെ തലയിൽ ഇടുത്തി വീഴരുതെന്ന് കരുതിയല്ല നീ തലയ്ക്ക് പിടിച്ചത്. എനിക്കറിയാടാ നിന്നെ. ഇതും പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് ദേഷ്യം പിടിച്ച് പോവാണേ. എന്നിട്ട് നേരെ രേവതിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. രേവതി പുറത്തെ സിറ്റ് ഔട്ടിൽ സ്റ്റെപ്പിലാണ് രേവതി ഇരിക്കുന്നത്. അവിടെ ചെന്നിട്ട് സച്ചിയും ഇരിക്കുന്നുണ്ട്. എന്താ സച്ചേട്ടാ? അല്ല, നീ എന്താ ഇവിടെ ഇരിക്കുന്നത്? അല്ല, കുറച്ച് പൂക്കളും കൂടി ഉണ്ടായിരുന്നു, അതും കൂടി അങ്ങ് കെട്ടി തീർക്കാന്ന് കരുതി. എന്റെ രേവതി, നിന്റെ കാലിന്റെ വയ്യായിക ഇപ്പൊ മാറിയിട്ടല്ലേ ഉള്ളൂ. കുറച്ച് റെസ്റ്റ് എടുത്ത് പതുക്കെ ചെയ്താൽ മതി. ഇതൊക്കെ അതിന്ന് കിട്ടുന്ന ശമ്പളമൊക്കെ മതി രേവതി നമുക്ക്. പക്ഷെ അതുകൊണ്ട് നമുക്ക് മുറി കെട്ടാൻ പറ്റോ? മുറിയുടെ പേരും പറഞ്ഞ് നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണാൻ എനിക്ക് വയ്യ രേവതി. സച്ചേട്ടാ, ഇതെനിക്കൊരു കഷ്ടപ്പാടേയല്ല. കുറച്ചു നാളിലേക്കല്ലേ, അതൊക്കെ നമുക്ക് സഹിക്കാവുന്നതേ ഉള്ളൂ സച്ചേട്ടാ. ആ സ്വർണ്ണാഭരണങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു രേവതി. സച്ചേട്ടാ, എന്നാലും സ്വർണ്ണാഭരണങ്ങൾ എവിടെ പോയെന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. അത് മാത്രമല്ല, നിരന്തരം ഇവിടുത്തെ അമ്മയും ബാക്കിയുള്ളവരൊക്കെ എന്റെ വീട്ടുകാരെ കുറ്റപ്പെടുത്തുക. രേവതി, എന്റെ അച്ഛമ്മയെ വരെ അവരെന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്. അവർക്ക് അച്ഛമ്മയെ കുറിച്ച് പോലും പറയുന്നതിൽ ഒരു പശ്ചാത്താപവും ഇല്ല. അവർക്ക് എന്തൊക്കെ എന്റെ അച്ഛമ്മ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന് അറിയോ? എന്നിട്ട് കുറച്ചെങ്കിലും നന്ദി അത് അവര് കാണിച്ചോ? അച്ഛമ്മയെ കുറിച്ച് മോശം സംസാരിക്കല്ല അവര്. അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ തന്നെ ഇത് ചെയ്തെന്നുള്ളത് 100% ഉറപ്പാ. പക്ഷെ അത് നമുക്ക് തെളിയിക്കാൻ പറ്റുന്നില്ലല്ലോ സച്ചിയേട്ടാ. പറ്റും രേവതി, എന്റെ മനസ്സ് പറയുന്നു എത്രയും പെട്ടെന്ന് നമുക്ക് ശ്രുതിയാണ് അതിന്റെ പിന്നിലെന്ന് തെളിയിക്കാൻ പറ്റുമെന്ന്. അത് വെറും ചിന്താഗതി മാത്രാ. അല്ല രേവതി, നമുക്ക് പറ്റും. ആ സമയത്താണ് സച്ചിക്ക് ഒരു ഫോൺ കോൾ വരുന്നത്. രേവതി, കസ്റ്റമർ ആണെന്നാ തോന്നുന്നത്. ഹലോ, അതെയോ? ഓ ശരി, ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം. സാർ അവിടെ ഉണ്ടാവില്ലേ? ഓക്കെ ശരി. ഇതും പറഞ്ഞുകൊണ്ട് സച്ചി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. രേവതി, എനിക്ക് കുറച്ച് ദൂരേക്ക് ഒരു ട്രിപ്പാ. ഞാൻ ചിലപ്പം ഇന്ന് വരാൻ വൈകും. അല്ല സച്ചേട്ടാ, എപ്പോഴായിരിക്കും വരിക? ഉച്ചക്കലത്തേക്കുള്ള ഭക്ഷണം തരട്ടെ? അതിനൊന്നും ആവശ്യമില്ല, ഞാൻ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എത്തും. ഉച്ചക്കിൽ ഭക്ഷണം കഴിക്കാനുണ്ടാവില്ല, അച്ഛനോട് പറഞ്ഞേക്കണം. അത് ഞാൻ പറഞ്ഞോളാം സച്ചിയേട്ടാ. എന്നാ പിന്നെ ഞാൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. ശരി. അങ്ങനെ സച്ചി അവിടുന്ന് പോവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് ദേവു എക്സാമിന് വേണ്ടി കോളേജിലേക്ക് എത്തിയിരിക്കുന്നതാണ് കേട്ടോ. ദേവുവിന്റെ കുറച്ച് ഫ്രണ്ട്സിനെയും കാണിക്കുന്നുണ്ട്. ദേവു, പഠിപ്പിച്ചിട്ട് വന്നിരിക്കുന്നു. എടി, നീ പഠിച്ചോ? ഞാൻ കുറച്ചൊക്കെ നോക്കി. ദേ, വെറുതെ നീ ഓർന്ന് പറയണ്ട. അല്ലടി, സത്യമായിട്ട് ഇന്നലെ എനിക്ക് കുറച്ച് പൂ കെട്ടാൻ പോവാനുണ്ടായിരുന്നു. അതുകൊണ്ട് കാര്യമായിട്ടൊന്നും നോക്കാൻ പറ്റില്ല. അവളൊരു പൂകെട്ടുകാരിക്ക് കൊട്ടക്കണക്കിന് മാർക്കും ഉണ്ടാവും. ദേ, നീ ചുമ്മാ അതൊന്നും പറയലേ. പൂക്കെട്ടെന്ന് അറിയുന്നതിനനുസരിച്ചേ ഇവളുടെ മാർക്ക് വരുമ്പോ നമുക്ക് കാണാം. എടി, സത്യമായിട്ട് ഞാൻ കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടില്ല. ദേ, എന്നാലും ഞാൻ നിന്നെ വിളിക്കുമ്പോ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കണേടി. അതൊക്കെ ഞാൻ നോക്കാം. പക്ഷേ എനിക്കെന്തെങ്കിലും അറിഞ്ഞെങ്കിലല്ലേ എഴുതാൻ പറ്റൂ. ദേ ദേവു, അത് വിട്ടേക്ക്, നിന്റെ ഓരോ തമാശ. ദേ,
ആ 109ാമത്തെ പേജ് എടുത്തേ, അതിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോട്ട്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാണിക്കാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് രേവതി പൂക്കളൊക്കെ കെട്ടി കഴിയുന്നതാണ് കേട്ടോ. ആ സമയത്ത് അങ്ങോട്ടേക്ക് ചന്ദ്രമതി വരുന്നുണ്ട്. ഓ, പൂവൊക്കെ കെട്ടി കഴിഞ്ഞോ ആവോ? അല്ല, തമ്പുരാട്ടി സിംഹാസനത്തിൽ നിന്ന് എഴുന്നേൽക്കോ ആവോ, അതറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ പൂകെട്ടി കഴിഞ്ഞു. എന്താ അമ്മേ? ഓ, എന്നാ പിന്നെ എനിക്ക് കടുപ്പത്തിലൊരു ചായ ഇട്ടോണ്ട് വാടി. ശരി അമ്മേ, ഞാൻ ഇപ്പൊ ഇട്ടോണ്ട് വരാം. പിന്നെ നല്ല കടുപ്പത്തിലായിരിക്കണം. പിന്നെ ചൂടൊട്ടും കുറയാൻ പാടില്ല, നല്ല ചൂടുണ്ടായിക്കോട്ടെ. അങ്ങനെ ചൂടുണ്ടെങ്കിൽ എങ്ങനെ അമ്മയെ കുടിക്കാൻ പറ്റുക? അതൊന്നും നീ നോക്കേണ്ട ആവശ്യമില്ല, പോയി എടുത്തിട്ട് വാടി. ശരി. അല്ല, ഈ പൂവന്തിനെ കെട്ടിപ്പണിക്ക് പോകുന്നത് അതെവിടെ വെച്ചൂടെ? അല്ല, അതെവിടെ ഇരുന്നാ ചിലപ്പോ വല്ലതും കൊത്തി. നിന്റെ ഈ ചാണകത്തിന് മണമുള്ള പൂവേ ആര് കൊത്തിക്കൊണ്ടു പോവാനാ? കാക്കകൾക്കോ കോഴികൾക്കോ ഒന്നും വേണ്ടി വരില്ല. വേസ്റ്റ് തിന്നുന്ന ആ ജന്തുക്കൾക്ക് പോലും ഇത് വേണ്ടി വരില്ലെന്നാ പറഞ്ഞത്. അമ്മേ, പൂക്കൾക്ക് എപ്പോഴും സുഗന്ധം മാത്രമേ ഉണ്ടാവൂ, അല്ലാതെ അമ്മ പറയുന്ന പോലെയുള്ള മണമൊന്നും ഉണ്ടാവില്ല. എടി, പൂക്കൾക്ക് സുഗന്ധമായിരിക്കും, പക്ഷെ നിന്നെ പോലുള്ളവളൊക്കെ ആ പൂ പിടിച്ചാലുണ്ടല്ലോ, അത് പിന്നെ ചാണകത്തെക്കാളും രൂക്ഷഗന്ധമായിരിക്കും. ഞാൻ അമ്മയോടൊന്നും പറയുന്നില്ല, എന്തെങ്കിലും പറഞ്ഞാലേ ചിലപ്പോ കൂടിപ്പോവും. കൂടും, പറയടി, പറയാനുള്ളതൊക്കെ പറയും. ഞാനൊന്നും പറയുന്നില്ലെന്ന് പറഞ്ഞില്ലേ? ഇതും പറഞ്ഞോണ്ട് രേവതി ദേഷ്യം പിടിച്ച് അവിടുന്ന് പോകുന്നിട്ടോ. അപ്പത്തിനെ അങ്ങോട്ടേക്ക് രവി വരുന്നുണ്ട്. എന്താ ചന്ദ്രേ, നീ എന്തിനാ എപ്പോഴും രേവതി മോളുമായിട്ട് വഴക്ക് കൂടുന്നത്? നീ എന്താ കൊച്ചുകുട്ടി വല്ലതും ആണോ? അവക്കെ 1-2 വഴക്കിന്റെ കുറവുണ്ട്, അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുത്തോളാം. രേവതി, നീ ചുമ്മാ അതിനെങ്ങനെ വഴക്ക് പറയാൻ നിൽക്കരുത്. നീ കുറച്ചുനാളില്ലായിരുന്നപ്പോഴേ അതിന്റെ ചെവിക്ക് കുറച്ച് സ്വസ്ഥതയും സമാധാനവും ഉണ്ടായിരുന്നു. രവിയേട്ടനെ അല്ലെങ്കിലും അവളെ സപ്പോർട്ട് ചെയ്യൽ കുറച്ച് കൂടുതലാണ്. ആ കുട്ടിയുടെ കൂടെ നിൽക്കാൻ ആരുമില്ല. അപ്പൊ പിന്നെ ഞാനെങ്കിലും കൂടെ നിൽക്കണ്ടേ? നിങ്ങളൊക്കെ നിന്നോ? അവസാനം അവളുടെ സ്വർണം കളഞ്ഞു കുടിച്ചത് ഞാനാണെന്ന് വരെ അവള് പറയും. അത് മോള് മാത്രല്ല, അതിലെനിക്കും സംശയമുണ്ട്. നിന്റെ മൂത്ത മകനെ സഹായിക്കാൻ വേണ്ടി നീ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റത്തില്ല. രവിയേട്ടൻ എന്നെ സംശയമാണോ? അതെനിക്ക് ഒരു സംശയമുണ്ട്. പിന്നെ ആ സംശയം എങ്ങാനും തെളിഞ്ഞാലുണ്ടല്ലോ, ഈ രവിയുടെ ഇപ്പോഴത്തെ സ്വഭാവം ആയിരിക്കില്ല അപ്പൊ ഉണ്ടാവുക. അപ്പൊ പിന്നെ എന്റെ തനി സ്വരൂപം പുറത്തു വരും. ഇതും പറഞ്ഞുകൊണ്ട് രവി ദേഷ്യം പിടിച്ച് അവിടുന്ന് പോവാണ് കേട്ടോ. രവിയേട്ടൻ എങ്ങാനും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം എങ്ങനെയായിരിക്കുന്നു എനിക്കേ അറിയൂ. ആരും ഒന്നും അറിയാതിരുന്നാ മതിയായിരുന്നു. ആ സുധി എങ്ങനെയെങ്കിലും സ്വർണ്ണമാല കൊണ്ട് എത്തിച്ചേർന്നാ മതിയായിരുന്നു. ഇല്ലെങ്കിൽ എന്റെ കഴുത്തി കിടക്കുന്നത് കയ്യിൽ കിടക്കുന്നത് എല്ലാം പോവും. അങ്ങനെ പുറത്ത് സിറ്റ് ഔട്ടിൽ ഇരിക്കുന്ന ചന്ദ്രമതിയുടെ അടുത്തോട്ടേക്ക് രേവതി ചായയുമായിട്ട് എത്തുന്നുണ്ട്. അമ്മേ, ചായ ഇങ്ങിതാ. ഇതിന് കടുപ്പം പോരാലോ? അത്യാവശ്യത്തിനുള്ള കടുപ്പൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടമ്മേ. ചൂടും പോരാ. ഇനിയും ചൂട് കൂടിയാ എങ്ങനെ അമ്മ ഇത് കുടിക്കുക? അതിനാര് പറഞ്ഞത് കുടിക്കാനാണെന്ന്? ഇത് നിന്റെ മുഖത്തോട്ട് ഒഴിക്കാനാ. അയ്യോ, എന്റെ മുഖത്തോട്ടോ? അതെടി, നിന്റെ മുഖത്തോട്ട് ഒഴിക്കാൻ തന്നെയാ. അമ്മേ, അത് മുഖത്തോട്ടൊന്നും ഒഴിക്കരുത്, മുഖം മൊത്തം പൊള്ളും. അതറിയാലോ നിനക്ക്. അപ്പൊ പിന്നെ എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കരുത്. ഇതും പറഞ്ഞോണ്ട് ആ ചായ പുറത്തോട്ട് ഒഴിക്കുന്നുണ്ട്. അയ്യോ അമ്മ, ഇതിപ്പോ ഉണ്ടാക്കി കൊണ്ടുവന്ന ചായയല്ലേ, അത് കളഞ്ഞില്ല അമ്മ. അതെടി, അത് കളഞ്ഞത് കണ്ടല്ലോ, അതിനി നിന്റെ മുഖത്തോട്ടായിരിക്കും കളയാ. അതുകൊണ്ടേ മര്യാദയ്ക്ക് കണ്ടൊക്കെ നിന്നോ. പിന്നെ നിന്റെ ഭർത്താവ് ഇപ്പൊ ആ സ്വർണത്തിന്റെ പിന്നാലെ നടക്കുന്നുണ്ടല്ലോ, അതവനോട് അവസാനിപ്പിക്കാൻ പറഞ്ഞേക്കണ്ടി. ഇല്ലാന്നുണ്ടെങ്കിലുണ്ടല്ലോ, നിന്റെ വീട്ടുകാരെ കൊണ്ട് ഞാൻ ഞാൻ വരപ്പിക്കും. അവരെ കൊണ്ട് സത്യം ഞാൻ പറയിപ്പിക്കും. അതെനിക്ക് കേൾപ്പിക്കണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ കൊണ്ട് നിർത്തിക്കൊണ്ടി. നിന്റെ ഭർത്താവിനോട് പറഞ്ഞേക്കണ്ടേ. ഇതും പറഞ്ഞ് ചന്ദ്രമതി ആ കപ്പ് അവിടെ ഇട്ട് എറിഞ്ഞ് പൊട്ടിച്ചിട്ട് പോവാണ് കേട്ടോ. പിന്നെ ഇത് നന്നാക്കാൻ മറക്കണ്ട. ഇതും പറഞ്ഞിട്ടാണ് ചന്ദ്രമതി അവിടുന്ന് പോകുന്നത്. ആകെ വിഷമിച്ചോണ്ട് നിൽക്കാനട്ടോ നമ്മുടെ രേവതി. അങ്ങനെ പിന്നെ കാണിക്കുന്നത് ദേവുവിന്റെ എക്സാം ഒക്കെ കഴിഞ്ഞ് പുറത്തോട്ട് വരുന്നതാണ്. എടി ദേവു, എങ്ങനെയുണ്ടായിരുന്നു എക്സാം? ദേവുവിന്റെ ഒരു കൂട്ടുകാരിയാണ്ടോ ചോദിക്കുന്നത്. കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, ഞാൻ പ്രതീക്ഷിച്ച പോലെ അത്ര ടഫൊന്നും അല്ലായിരുന്നു. നീ ഇങ്ങനെ പറയുന്ന എനിക്ക് അറിയായിരുന്നു. എന്നാലും നീ എന്റെ ക്ലാസ്സിലല്ലാതെ പോയല്ലോ. അതിനെ ആർക്കും പറഞ്ഞു കൊടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഇവിടെയൊക്കെ ടീച്ചേഴ്സ് അല്ലേ, അതുകൊണ്ട് തിരിയാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇനി റിസൾട്ട് വരുമ്പോ അറിയാം ബാക്കി കാര്യങ്ങളൊക്കെ. അതെ, അല്ല ഇനി നീ എങ്ങോട്ടാ പോകുന്നത്? എനിക്ക് എന്റെ ചേച്ചിയുടെ അടുത്തൊന്ന് കയറണം. കുറച്ച് പൂമാല ചേച്ചി തന്നുവിടാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്ന് കൊടുക്കണം. നിന്നോട് ഞാനൊരു കാര്യം പറയാൻ വിട്ടു. എന്റെ വീടിന്റെ പാലുകാച്ചിന്റെ ഡേറ്റിംഗ് അടുത്തു. നിന്നെ വിളിക്കാൻ പ്രത്യേകം അമ്മ പറഞ്ഞിട്ടുണ്ട്. നിന്നെ മാത്രല്ല, നിന്റെ അനിയനെയും അമ്മയൊക്കെ പ്രത്യേകം വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ രേവതി ചേച്ചിയെയും. ആഹാ, അത് കൊള്ളാലോ. ചേച്ചിയെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? അതെടി, എന്നെ അമ്മ പ്രത്യേകം പറഞ്ഞു വിട്ടതാ. നീയെ അവരുടെ നമ്പർ താ. ചേച്ചിയുടെയും ചേച്ചിയുടെ ഭർത്താവില്ലേ സച്ചേട്ടന് കൂടി നമ്പർ താ. ഞാൻ എന്റെ അമ്മയെ കൊണ്ട് വിളിപ്പിക്കാം. ശരി. അല്ല, നിങ്ങൾ വീട്ടുപകരണങ്ങളൊക്കെ എടുത്തോ? എടുത്തിട്ടില്ലടി, കഴിയുന്നതൊക്കെ എടുക്കണമെന്നുണ്ട്. എവിടുന്ന് എടുക്കുമെന്ന് കരുതി ഇരിക്കുവായിരുന്നു. ദേ, ഒരു AC ഒക്കെ മേടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, എന്റെ ചേച്ചിയുടെ ഭർത്താവിന്റെ വകയാ. ആണോ? എന്നാ പിന്നെ ഞാൻ നല്ലൊരു കട പറഞ്ഞുതരട്ടെ. ഏത് കട? നമ്മുടെ ജംഗ്ഷനിലുള്ള ചന്ദ്രമതി ഹോം സപ്ലൈസ് ഇല്ലേ?
അതില്ലേ സച്ചേട്ടന്റെ ചേട്ടന്റെ കടയാ. ആ, അവിടെ വെച്ച് ഞാൻ സച്ചേട്ടന്റെ ഏട്ടനെ കണ്ടിരുന്നു. ആ, അവിടെയുള്ള ആളാ സുധിയേട്ടന്. സച്ചേട്ടന്റെ ഏട്ടനാ. അവിടുന്ന് വാങ്ങിക്കും നിങ്ങൾ സാധനങ്ങളൊക്കെ. പിന്നെ ഇൻസ്റ്റാൾമെന്റ് ആയി കിട്ടില്ലെന്നാ കേട്ടത്. റെഡി ക്യാഷ് കൊടുക്കാനുണ്ടാവോ? അതൊക്കെ ഉണ്ടാവും. എന്നാ പിന്നെ നിങ്ങൾ അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്തോ. ശരി ദേവു, ഞാൻ ചെന്നിട്ട് അമ്മയോടൊക്കെ ഒന്ന് പറയട്ടെ. ശരി. ആ അതെ, ഞാനൊരു കാര്യം പറയാൻ വിട്ടു. ആ എന്താ? അതെ, ഹൗസ് വാമിങ് എടുത്തല്ലോ. അപ്പൊ കുറച്ച് പണത്തിന്റെ ടൈറ്റ് തന്നു. അപ്പൊ അമ്മയുടെ കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ വിറ്റിരുന്നു. ആ എന്നിട്ട് പിന്നെ ബന്ധുക്കളൊക്കെ ചോദിക്കല്ലോ കയ്യിലും കഴുത്തിലും കിടക്കുന്നതൊക്കെ എവിടെ പോയെന്ന്. അതുകൊണ്ടേ അമ്മയ്ക്ക് തൽക്കാലത്തിന് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ വാങ്ങാൻ വേണ്ടി ഞാൻ കടയിൽ ചെന്നിരുന്നു. നമ്മുടെ നില ജ്വല്ലറി ഇല്ലേ? നില ജ്വല്ലറിയോ? അതെവിടെയാ? അത് പിന്നെ നിനക്ക് അറിയാൻ വഴിയുണ്ടാവില്ല. ഇപ്പൊ പുതിയ വന്ന ജ്വല്ലറിയാ. ഇവിടെ അടുത്തല്ല, കുറച്ചങ്ങോട്ട് പോണം. ടൗണിൽ തന്നെയാ. ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ ഉണ്ടാവും. അവിടെ അമ്മയ്ക്ക് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ എടുക്കാൻ വന്നപ്പോഴേ നിന്റെ ചേച്ചിയില്ലേ രേവതി ചേച്ചി, രേവതി ചേച്ചിയുടെ അമ്മായി അമ്മയും അവിടുത്തെ മൂത്ത ചേട്ടനെയും കണ്ടിരുന്നു. സച്ചേട്ടന്റെ ചേട്ടനെ. അവരെന്താ അവിടെ? എനിക്കറിയില്ല. ഇതുപോലെ ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ വാങ്ങാൻ വന്നതായിരിക്കും. അവര് ബില്ല് ചെയ്യുന്ന സമയത്തെ കുറെ ആഭരണങ്ങൾ വാങ്ങിച്ചത് ഞാൻ കണ്ടു. അവരവിടെ കണ്ടു എന്ന് പറഞ്ഞതാ, വേറൊന്നുമല്ല. എന്നാ പിന്നെ ഞാൻ പോട്ടെ. അതെ, ഇത് കറക്റ്റ് എവിടെയാ സ്ഥലം വരുന്നത്? അതെന്തിനാ നിനക്ക്? നീ ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ എടുത്തില്ലല്ലോ. അതിനല്ല, എനിക്ക് എന്തെങ്കിലും ആവശ്യമെന്ന് അവിടെ പോയി എടുക്കാലോ. അങ്ങനെ എന്നാ പിന്നെ ഞാൻ നമ്പർ അവരുടെ അയച്ചുതരാം. നീ അവർക്കൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്ക്. അപ്പൊ അവര് കറക്റ്റ് പ്ലേസ് പറഞ്ഞു തന്നോളും. ശരി. അങ്ങനെ ആ പെൺകുട്ടി ദേവുവിന് കറക്റ്റ് ആയിട്ട് ആ ഒരു നമ്പർ വിട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ, ജ്വല്ലറിയുടെ. അങ്ങനെ ദേവു പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. വീട്ടിലെത്തിയ പാടത്തന്നെ രേവതിക്ക് വിളിക്കുന്നുണ്ട്. അങ്ങനെ രേവതിയെ കാണിക്കുന്നുണ്ട് കേട്ടോ. രേവതി ഫോൺ എടുക്കാൻ ചെന്നപ്പോ ദേവു ആണ് വിളിക്കുന്നത്. ഇത് ദേവു ആണല്ലോ വിളിക്കുന്നത്. അവളെന്താ ഈ സമയത്ത്? ചിലപ്പോ പൂ കൊണ്ടുപോകണമെന്ന് ചോദിക്കാൻ വേണ്ടി വിളിക്കുമായിരിക്കും. ഇതും പറഞ്ഞുകൊണ്ട് ദേവുവിന്റെ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഹലോ ദേവു, എക്സാം കഴിഞ്ഞോ? ചേച്ചി, എക്സാം ഒക്കെ കഴിഞ്ഞു. അല്ല, എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വലിയ തരക്കേടില്ലെന്നോ? ഇന്നലെ നിന്നോട് പൂ കെട്ടാതെ പോയിരുന്ന് പഠിക്കാൻ പറഞ്ഞതില്ലേ അമ്മ? അതൊക്കെ കേൾക്കാതെ നീ പൂ കെട്ടാൻ പോയിട്ടല്ലേ? അതൊക്കെ വിട് ചേച്ചി, ഞാൻ അത്യാവശ്യം നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ശരി, എന്നാ പിന്നെ പൂ കൊണ്ടാവാൻ നീ ഇങ്ങോട്ട് പോന്നോ. അപ്പോ അങ്ങോട്ട് വരണോ അല്ലേ? വരണം. എനിക്ക് ഇത്രയും ദൂരം നടക്കാനൊന്നും വയ്യ. സച്ചേട്ടൻ പെട്ടെന്നൊന്നും വണ്ടി എടുക്കണ്ടെന്നാ പറഞ്ഞത്. അത് ശരിയാ ചേച്ചി, ഞാൻ എന്തായാലും അങ്ങോട്ട് വരാം. ശരി ദേവു. ആ സമയം കൊണ്ട് ദേവു ബസ് കയറി അങ്ങോട്ടേക്ക് പുറപ്പെടുകയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ വർഷയാണ് കേട്ടോ. വർഷ വീട്ടിലോട്ട് കയറി വരുന്നത് കാണിക്കുന്നുണ്ട്. രേവതി ചേച്ചി, വർഷേ ഇന്ന് നേരത്തെ കഴിഞ്ഞോ? നേരത്തെ കഴിഞ്ഞതല്ല, ഞങ്ങള് കഴിച്ചതാ. ഒരു സിനിമക്ക് പോവാൻ. അല്ല, ചേച്ചിയും സച്ചേട്ടനും വരുന്നു, നമുക്ക് ഒരുമിച്ച് പോവാം. അത് വേണ്ട വർഷേ, ഇപ്പൊ ദേവു വരും. ഈ പൂവൊക്കെ ദേവുവിനെ കൊടുത്ത് ഏൽപ്പിക്കണം. കുറച്ച് കടകളിൽ എത്തിക്കാനുണ്ട്. നീയും ശ്രീകാന്ത് പോയിട്ട് വാ. എന്താ രേവതി ചേച്ചി ഇതൊക്കെ? ഒരു ബ്രേക്ക് എടുക്കുന്നേ. നമുക്ക് പോയിട്ട് വരാം. നമ്മുടെ ടിക്കറ്റ് മുഴുവനും ഞാൻ എടുക്കാം. വേണ്ട വർഷേ, ഞങ്ങൾ പോണെന്നുണ്ടെങ്കിൽ പിന്നീട് പൊയ്ക്കോണ്ട്. ഇപ്പൊ എന്തായാലും സച്ചേട്ടൻ ഇവിടെ ഇല്ല, ഒരു ട്രിപ്പ് പോയിരിക്കാ. സച്ചേട്ടൻ ട്രിപ്പ് പോയിരിക്കുകയാണല്ലേ? ശരിയാ. കപ്പിളായിട്ട് കേറുമ്പോഴേ അതിലൊരു രസമുള്ളൂ. സച്ചേട്ടനില്ലാതെ ചേച്ചിക്ക് വരുമ്പോ ബോറടിക്കും. എന്നാ പിന്നെ നമുക്ക് പിന്നൊരു ദിവസം പോവാം. ശരി വർഷേ, നീ ചോദിക്കാൻ കാണിച്ച മനസ്സുണ്ടല്ലോ, അത് തന്നെ വലിയ മനസ്സാണ്. നീയും ശ്രീകാന്തും കൂടി പോയിട്ട് അടിച്ചു പൊളിച്ചിട്ട് വാ. ശരി രേവതിയേച്ചി. ഇതും പറഞ്ഞോണ്ട് വർഷ അവിടുന്ന് പോവാണ്. അതൊക്കെ കഴിഞ്ഞപ്പോ പിന്നെ ശ്രീകാന്തിനെയാണ് കേട്ടോ കാണിക്കുന്നത്. ശ്രീകാന്ത് ബൈക്കിൽ വന്നോണ്ടിരിക്കുന്ന സമയത്താണ് ദേവുവിനെ കാണുന്നത്. ദേവു ബസ് ഇറങ്ങി നടന്നു വരികയാണ് കേട്ടോ. ദേവുവിനെ കണ്ടപ്പോ തന്നെ ശ്രീകാന്ത് ഒരു ഭാഗത്ത് സൈഡാക്കുന്നുണ്ട്. ദേവു. ശ്രീകാന്തേ, അല്ല ദേവു എന്താ നടക്കുന്നത്? ഒരു ഓട്ടോ വിളിക്കായിരുന്നില്ലേ? അത് പിന്നെ ഓട്ടോ കൂലി ഒരുപാടൊന്നും ഇല്ലല്ലോ ദേവു, ഒരു ഓട്ടോ വിളിക്കായിരുന്നില്ലേ? ഇനിയിപ്പൊ അത് കുഴപ്പമില്ല, എന്നെ കണ്ടല്ലോ, കയറ്. ശ്രീകാന്തെ, ഞാൻ നടന്നു വന്നോളാം. ഇവിടുന്ന് കുറച്ചല്ലേ ഉള്ളൂ. ശ്രീകാന്ത് പൊയ്ക്കോ, ഞാൻ നടന്നോളാം. അതെ, ഇവിടുന്ന് 1-2 കിലോമീറ്റർ ഇല്ല, ഒരു 3-4 കിലോമീറ്റർ ഉണ്ടാവും. അത് കുഴപ്പമില്ല, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നെ വയല് വെച്ച് കണ്ടിട്ട് ഞാൻ നിന്നെ കയറ്റാതെ പോവാണോ? നീ കയറ് ദേവു. വേണ്ട ശ്രീകാന്തേ, ഇനി നമ്മൾ രണ്ടുപേരും അവിടെ ചെന്നിറങ്ങുമ്പോ അവരാരെങ്കിലൊക്കെ എന്തെങ്കിലും പറയും. നീ വർഷയാണോ പേടിക്കുന്നത്? ചിലപ്പോഴേ ഞാൻ വന്നതിന് പിന്നാലെ നീ നടന്നു വരുന്നത് കണ്ടാലേ ചിലപ്പോ അതിനായിരിക്കും വർഷ എന്നോട് വഴക്കൂടാ. എന്തുകൊണ്ട് എന്റെ വണ്ടിയിൽ നിന്നെ പിക്ക് ചെയ്തില്ലെന്ന് കരുതിയിട്ട്. എന്നാലും വേണ്ട ശ്രീകാന്തേ, ദേവു നീ ഇനി ഒന്നും പറയണ്ട, കയറാൻ നോക്ക്. അങ്ങനെ ദേവുവിനെ നിർബന്ധിച്ച് ശ്രീകാന്ത് വണ്ടിയിൽ കയറ്റുന്നത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ചന്ദ്രോദയാണ് കേട്ടോ. അവിടെയാണെങ്കിൽ ചന്ദ്രമതി അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കിലോട്ട് കൈകെട്ടി നടക്കാണ്. ആ സമയത്താണ് ശ്രീകാന്ത് ദേവുവിനെയും കൊണ്ട് ബൈക്കിൽ വരുന്നത്. എന്നാൽ ഈ കാഴ്ച കറക്റ്റ് ആയിട്ട് നമ്മുടെ ചന്ദ്രമതി കാണാന്. കണ്ട പാടത്തിന് ചന്ദ്രമതി ആകെ ഒന്ന് ഞെട്ടിത്തെറിക്കണ്ടേ. അയ്യോ, ഇത് ശ്രീകാന്ത് അല്ലേ? അവന്റെ പിന്നിൽ ആ പെണ്ണുണ്ടല്ലോ. ഇവക്കെന്റെ മോന്റെ പിന്നിൽ കയറിയിരിക്കാൻ ആരാ ലൈസൻസ് കൊടുത്തത്? ദേവു ഇറങ്ങ. അങ്ങനെ ദേവു ശ്രീകാന്തിനെ പിടിച്ചോണ്ടാണ് ഇറങ്ങുന്നത്. ഇടി നീ എന്താ എന്റെ മോന്റെ പിന്നിൽ കയറിയിട്ട്? ശ്രീകാന്തേ, അമ്മ എന്താ അമ്മ പറയുന്നത്?
2-3 കിലോമീറ്റർ അവിടുന്ന് നടന്നു വരണം. അതുകൊണ്ട് ഞാൻ ദേവുവിന് ഒരു ലിഫ്റ്റ് കൊടുത്തു, അത്രേ ഉള്ളൂ. ഇവളൊക്കെ നടന്നു വരുന്നത് എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ മോന്റെ പിന്നാലെ പറ്റാനാ. അമ്മ എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? പിന്നെ ഞാൻ എങ്ങനെ ചിന്തിക്കണടാ? ദേ, ഇതെങ്ങാനും വർഷമോള് കണ്ടാലുണ്ടല്ലോ, നിന്നെ പിന്നെ എന്ത് ചെയ്യുന്ന എനിക്ക് പോലും അറിയില്ല. നിന്നെ ഇട്ടേച്ച് പോവടാ. വർഷം അങ്ങനെ ഇട്ടേച്ചു പോയില്ല. നിങ്ങളുടെ സ്വന്തം മകനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടാ എനിക്ക് ദേഷ്യം വരുന്നത്. ഇത് കേട്ടോണ്ടാണ് അങ്ങോട്ടേക്ക് രേവതി വരുന്നത്. ദേവു, അവളുടെ ഒരു ദേവു. എടി, നിന്റെ ദേവുവിന് ഇതുപോലെയാണ് നീ പഠിപ്പിച്ചു വെച്ചേക്കുന്നത്. എന്താ അമ്മേ, ഇനി എന്താ ദേവുവിന്റെ അടുത്ത് പ്രശ്നം? ഇവളെ എന്റെ മോനെ ഒട്ടിച്ചേർന്ന് ബൈക്കിൽ വന്നേക്കുവാ. എന്ത്? നീ ശ്രീകാന്തിനോട് ബൈക്കിലാണോ വന്നത്? അത് പിന്നെ ചേച്ചി, ഞാൻ പറയാം. 2-3 കിലോമീറ്റർ ഇനി ഇങ്ങോട്ട് നടക്കാനാ. ബസ് ഇറങ്ങി പവൻ നടക്കുമായിരുന്നു, അതുകൊണ്ട് ഒരു ലിഫ്റ്റ് കൊടുത്തതാ ചേച്ചി ഞാൻ. ദേവു, നീ എന്തിനാ അങ്ങനെ വന്നത്? നിനക്ക് ഇവരുടെ കാര്യമൊക്കെ അറിഞ്ഞൂടെ? ചേച്ചി എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവള് നടന്നു വരുന്ന കണ്ടപ്പോ ഞാനല്ലേ ലിഫ്റ്റ് കൊടുത്തത്. അതിന് എന്നെയല്ലേ എല്ലാവരും കുറ്റപ്പെടുത്തേണ്ടത്. പകരം അവൾ എന്തിനാ ഇങ്ങനെ ഓരോന്ന് പറയുന്നത്? അവൾ എന്നോട് പറഞ്ഞതാ വരുന്നില്ലെന്ന്. ഞാൻ നിർബന്ധിച്ചാ കയറ്റിയത്. എടാ, നീ അവളെ രക്ഷിക്കാൻ വേണ്ടി ഓരോന്ന് പറയണ്ട. അവളുടെ സ്വഭാവം വെച്ചിട്ട് അവളെ നിന്നെ പിടിച്ചു വെച്ചിട്ട് നിന്റെ ബൈക്ക് വലിഞ്ഞ് കയറിയതായിരിക്കും ഒട്ടിച്ചേർന്ന് ഇരുന്ന് പോവാൻ. അമ്മേ, ഒന്ന് നിർത്തുന്നുണ്ടോ ഇത്ര സംസാരം? എടാ, വർഷങ്ങ് വരട്ടെ, പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരാം. അമ്മേ, ഇതെനി വർഷയോട് ചെന്ന് പറയണോടാ? പറയേണ്ടത് മുഖം നോക്കി പറയ തന്നെ വേണം. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ എന്താ ഒന്നുമില്ലാത്ത സമയത്ത് വന്നത്? ഈ സമയത്തൊന്നും നീ വരാറില്ലല്ലോ. അമ്മേ, ഞാനൊരു സ്ഥലം വരെ പോവാൻ വേണ്ടി വന്നതാ. എന്നാലും ഇവളെ ഞാൻ എങ്ങനെ വിടില്ല. എന്റെ മോന്റെ കൂടെ ഒട്ടിച്ചേർന്ന് വന്നേക്കുവാ. അപ്പൊ രേവതി പറയുന്നുണ്ട്, ദേ അമ്മേ, കല്യാണം പോലും കഴിക്കാത്ത എന്റെ ദേവനെ കുറിച്ച് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞാലുണ്ടല്ലോ, എന്ത് ചെയ്യടി നീ എന്നെ എന്ത് ചെയ്യുന്നു? ആദ്യം ഇവളെയൊക്കെ നിലക്ക് നിർത്ത്. കല്യാണം കഴിഞ്ഞ ഒരു പയ്യനെ വശീകരിക്കാൻ വേണ്ടി നടക്കുന്നു. അമ്മ എന്ത് വേണമെങ്കിലും എന്നെ കുറിച്ച് പറഞ്ഞു, പക്ഷെ എന്റെ വീട്ടുകാരെ കുറിച്ച് ഇങ്ങനെ പറയില്ലേ? ദേവുവിന് വിവാഹം പോലും കഴിഞ്ഞിട്ടില്ല അമ്മേ. ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കിയ. അപ്പോ ശ്രീകാന്ത് പറയുന്നുണ്ട്, എല്ലാത്തിനും എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ദേവു മര്യാദയ്ക്ക് നടന്നു വരുമായിരുന്നു. വെറുതെ വിളിച്ച് വണ്ടി കയറ്റി ആ പാവത്തിനെ ഓരോന്ന് കേൾപ്പിക്കാൻ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് വർഷ വരുന്നത്. ഇതെന്താ എല്ലാരും മുറ്റത്ത് തന്നെ നിൽക്കുന്നത്? ശ്രീകാന്തെ, സമയം ഒരുപാടായി, നമുക്ക് പോയാലോ? അല്ല, ഇതാര് ദേവുവോ? ദേവു ഇപ്പൊ വന്നോ? നീ ഇങ്ങനെ നിന്നിട്ടാ ഇവനെ ഒരു പെണ്ണിനെയും കൊണ്ട് ഇങ്ങനെ വന്നേക്കുന്നത്. എന്ത് ആന്റി, എന്തൊക്കെയാ ശ്രീകാന്തി പറയുന്നത്? അമ്മയ്ക്ക് വട്ടാ. അമ്മ അങ്ങനെ പലതും വിളിച്ച് പറയും. അപ്പൊ രേവതി പറയുന്നുണ്ട്, വർഷേ, നീ ഇവര് പറയുന്നത് കേട്ടിട്ട് മോശമായിട്ട് കരുതരുത്. എന്ത് മോശമായിട്ട് കരുതാൻ? എന്താ ആന്റി പ്രശ്നം? മോളെ, ഇവളത്ര നല്ലവളൊന്നും അല്ല. നിന്നോട് ആദ്യമേ ഞാനതൊക്കെ പറഞ്ഞിട്ടില്ലായിരുന്നോ? പിന്നെ മുളയിലെന്നുള്ളത് ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ശ്രീകാന്ത് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇവള് നടന്നു വരുമായിരുന്നു. മനഃപൂർവ്വം ആരെങ്കിലും പിന്നാലെ കൂടാൻ വേണ്ടിയിട്ട് 5 പൈസ കൊടുക്കണ്ടല്ലോ ഓട്ടോക്ക്. വരുന്ന വഴിക്ക് ശ്രീകാന്തിനെ നിർബന്ധിച്ച് ശ്രീകാന്തിന്റെ ബേക്കിൽ ഒട്ടിച്ചേർന്ന് വന്നേക്കുക. ആ സമയത്ത് ദേഷ്യം പിടിച്ച് ശ്രീകാന്തിനെ വർഷ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോ ശ്രീകാന്തിന് എന്നെ ആകെ കൺഫ്യൂഷൻ ആവാണ്. അത് പിന്നെ വർഷ മിണ്ടരുത്. വർഷേ, ഞാൻ. അപ്പോ ദേവു പറയുന്നുണ്ട്, വർഷേ. അപ്പൊ വർഷ ചിരിക്കുന്നുണ്ട്. എന്താ നിങ്ങൾ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ശ്രീകാന്തും ദേവും കൂടി വരുന്നത് ഞാൻ കണ്ടതാ ബൈക്കില്. അവർ ഒട്ടിച്ചേർന്നിട്ടൊന്നല്ല വന്നത്. ദേവുവിന്റെ മുന്നിലെ ഈ വലിയ ബാഗ് ഉണ്ടായിരുന്നു. അത്യാവശ്യം ഡിസ്റ്റൻസ് ഇട്ടിട്ട് അവര് വന്നത്. അത് ഞാൻ കണ്ടതാ. പിന്നെ എന്തിനാ ആന്റി ഇല്ലാത്ത കാര്യങ്ങൾ ഓരോന്ന് പറയുന്നത്? ഇനിയിപ്പൊ ഡിസ്റ്റൻസ് ഇട്ടില്ലെന്നിരിക്കട്ടെ, ഒന്ന് ജസ്റ്റ് മുട്ടിയെന്ന് കരുതിയിട്ട് അത് അവര് ചെയ്യുന്ന അപരാധമൊന്നും ആയി പോവില്ല. അറിയാതെയും മുട്ടാം തട്ട ഒക്കെ ചെയ്യാം. ഞാനും എന്റെ കസിൻസിന്റെ കൂടെ ഒരുപാട് വരാറുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ ഇരുന്ന പോലെ തന്നെയാ ദേവു ഇരുന്നത്. ഇതുപോലെ മോശമായിട്ട് ദേവുവിനെ കുറിച്ച് പറയാൻ ആന്റിക്ക് എങ്ങനെയാ തോന്നുന്നത്? ആ സമയത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട്, എന്റെ അമ്മയെ കുറിച്ച് കൂടുതലൊന്നും പറയണ്ടല്ലോ ദേവു. ദേ, എന്റെ വർഷമോള് പറഞ്ഞത് കേട്ടില്ലേ? അവളങ്ങനെ തെറ്റായിട്ടൊന്നും കരുതില്ല. വർഷേ, ഞാൻ വരുന്ന വഴിക്ക് ഈ പാവം നടന്നു വരുമായിരുന്നു. ബസ് ഇറങ്ങി ഒരു 4-5 കിലോമീറ്റർ ഇങ്ങോട്ട് നടക്കാനില്ലേ? പാവം ഒരു 2 കിലോമീറ്റർ നടന്നാ നിൽക്കുന്നത്. അപ്പൊ പിന്നെ ഞാനൊരു ലിഫ്റ്റ് കൊടുത്തു. അവിടെ ഓട്ടോയൊന്നും നോക്കിയിട്ട് കണ്ടില്ല. ഓട്ടോ എന്തിനാ ശ്രീകാന്ത് നോക്കുന്നത്? തന്റെ വണ്ടിയുടെ ബാക്കിൽ സ്ഥലം ഉണ്ടാവുമ്പോ പിന്നെ ഓട്ടോ നോക്കി കാത്തു നിൽക്കണോ? അതെനിക്കറിയാം. അതുകൊണ്ട് ദേവിനോട് ഞാൻ എപ്പോഴത്തന്നെ പറഞ്ഞതാ വർഷം ഒന്നും പറയില്ലെന്ന്. ദേവു, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ഒരാളുടെ പിന്നിലൂടെ കയറുന്നതിലൂടെയൊന്നും ഞാൻ എന്റെ ശ്രീകാന്തിനെ ഒരിക്കലും മോശക്കാരനാക്കാൻ പോകുന്നില്ല. എന്നാ പിന്നെ ശ്രീകാന്തെ, നമുക്ക് മൂവിക്ക് പോയാലോ? ശരി. അല്ല, സച്ചേട്ടനും രേവതിയേട്ടനും വരുന്നോ? ഇല്ല, ഞാൻ അവരോട് ചോദിച്ചതാ. അവർക്ക് വേറെന്തൊക്കെയോ തിരക്കുണ്ടെന്ന്. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാൻ വർഷേ, നീ വാ. അപ്പൊ രേവതി പറയുന്നുണ്ട്, ദേ, വർഷ ആയതുകൊണ്ടാ ഇത് വലിയ പ്രശ്നമാക്കാത്തത്. വർഷമോക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാൻ അറിയില്ല. അതുകൊണ്ട് മാത്രം ഇനി നീ ഇത് ആവർത്തിക്കരുത് മോളെ. ചേച്ചി, ഒരു ഓട്ടോ പോലും കിട്ടിയില്ല. പിന്നെ കയ്യിലുണ്ടായിരുന്ന കാശ് ഓട്ടോയ്ക്ക് കൊടുക്കാനും തോന്നിയില്ല. ശരി. പിന്നെ നിനക്ക് വണ്ടിയൊക്കെ ഓടിക്കാൻ അറിയാലോ. നീ തൽക്കാലം എന്റെ വണ്ടിയെടുത്ത് പൊയ്ക്കോ. അതാവുമ്പോ ഇവിടെ നിന്ന് നടന്നു പോണ്ടല്ലോ. അത് പിന്നെ എടുത്തോ. ശരി ചേച്ചി. ചേച്ചി, ഞാൻ അത് പറയാനല്ല വന്നത്. എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്.
എന്താ മോളെ? ചേച്ചി, ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, അതുകൊണ്ട് ചേച്ചി ഇങ്ങോട്ട് വാ. ഇതും പറഞ്ഞ് ചേച്ചിയെ മാറ്റി നിർത്തുന്നുണ്ട് കേട്ടോ ദേവു. ചേച്ചി, ഈ കാര്യം മറ്റാരും അറിയരുത്. ചേച്ചി ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ അറിയാതെ വിൽക്കാൻ പോയില്ലേ ജ്വല്ലറിയില്? ആ പോയിരുന്നു. അതവിടെ വലിയ വിഷയമായല്ലോ. ആ, ഞാൻ ഇന്നെന്റെ ഒരു കൂട്ടുകാരെ കണ്ടിരുന്നു. എക്സാം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് കണ്ടതാ. അവള് പറഞ്ഞ ചില കാര്യങ്ങൾ കേട്ടിട്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. എന്താ ദേവു, നീ അത് പറ. അവളുടെ അമ്മയ്ക്ക് വേണ്ടി ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ എടുക്കാൻ പോയതാ. ആ സമയത്ത് ഇവിടുത്തെ അമ്മയും അതുപോലെ സുധിയേട്ടനും കടയിലുണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. എന്ത്, അവര് തന്നെ ആയിരുന്നോ? അതെ ചേച്ചി. ചേച്ചി ഇവിടുത്തെ പ്രശ്നം എന്നോട് പറയുന്നില്ലാന്നുള്ളൂ. എന്നാലും ഇത് വന്ന് എനിക്ക് ഇവിടെ അറിയിക്കണമെന്ന് തോന്നി. അപ്പോ അവര് തന്നെയാണല്ലോ ദേവു അത് മാറ്റിയത്. അവര് തന്നെ ആവാനാ സാധ്യത. എന്തായാലും ചേച്ചി ഒന്ന് ആ കടയിൽ ചെന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. കടയുടെ ആളുടെ നമ്പറൊക്കെ ഞാൻ ചേച്ചിയുടെ ഫോണിലോട്ട് വിട്ടിട്ടുണ്ട്. ചേച്ചിയും സച്ചേട്ടനും കൂടി ചേർത്ത് ഒന്ന് വിളിച്ചു നോക്ക്. അല്ലെങ്കിൽ അവിടെ വരെ ഒന്ന് ചെന്ന് നോക്ക്. ദേവു, ഇതെനിക്ക് വലിയ ഉപകാരമായി ദേവു. ആരാ ഈ സ്വർണം മാറ്റിയതെന്ന് അറിയാതെ ഇരിക്കുമായിരുന്നു. എന്തായാലും ആ സുധി തന്നെ ഇതിന്റെ പിന്നിലെന്ന് ഞങ്ങൾക്ക് ഉറപ്പാ. പക്ഷെ കണ്ടെത്താൻ മറ്റു മാർഗമൊന്നുമില്ലാതെ ഇരിക്കുമായിരുന്നു. എന്തായാലും ഇത് തൽക്കാലത്തേക്ക് ഒരു ആശ്വാസമായി. ഞാനേ ഇത് വിളിച്ച് സച്ചേട്ടനെ അറിയിക്കട്ടെ. എന്നാ പിന്നെ ഞാൻ പോവാ ചേച്ചി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ച് വിവരം അറിയിക്കണം. ശരി ദേവു. അങ്ങനെ ദേവു അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ രേവതി സച്ചിക്ക് വിളിക്കുന്നുണ്ട്. സച്ചി ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ രേവതി. സച്ചേട്ടൻ എവിടെ? ഞാൻ വീട്ടിലോട്ട് വന്നോണ്ടിരിക്കുക രേവതി. എന്നാ പെട്ടെന്ന് വാ സച്ചേട്ടാ. എന്താ, എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ? ഏയ് അതൊന്നുമല്ല സച്ചേട്ടൻ, പെട്ടെന്ന് വാ, ഞാൻ വന്നിട്ട് പറയാം. ശരി രേവതി. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷമാണ് കാണിക്കുന്നത്. സച്ചി വീട്ടിലോട്ട് കയറി വരുന്നത് കാണിക്കുന്നുണ്ട്. അപ്പൊ തന്നെ രേവതി സച്ചിയുടെ അടുത്തോട്ട് ഓടി ചെല്ലുന്നുണ്ട് കേട്ടോ. രേവതി, എന്താ രേവതി, നിനക്കെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പോഴാണ്ടോ ചന്ദ്രമതി ഒരു ഭാഗത്തുനിന്ന് നോക്കി നിൽക്കുന്നത്. സച്ചേട്ടാ, നമുക്ക് മുറി ചെന്ന് സംസാരിക്കാം. ഇവിടെ അമ്മ 4 ചെവിയും കോർത്ത് നിൽക്കുക. ശരി, നീ വാ. ഇതും പറഞ്ഞ് സച്ചിയും കൊണ്ടിട്ട് മുറിയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. എന്താ രേവതി? സച്ചേട്ടാ, ഇവിടെ ദേവു വന്നിരുന്നു. അങ്ങനെ ദേവു പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നത് സ്പീഡിൽ അവിടെ കാണിക്കുന്നത് കേട്ടോ. അവിടെയൊന്നും ശബ്ദം കാണിക്കുന്നില്ല. അതൊക്കെ കേട്ടതിന് ശേഷം സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. രേവതി, അപ്പോ ആ കഴുക തന്നെയാണ് ഇതിന്റെ പിന്നിലെന്ന് ഉറപ്പാണല്ലേ? അതെ സച്ചേട്ടാ, അവര് റോഡ് ഗോൾഡ് ആഭരണങ്ങൾ വാങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ നമ്മളുടെ ആഭരണങ്ങൾ തന്നെയാണെന്ന് ഉറപ്പാ. പക്ഷെ ഞാൻ ദേവുവിനോട് കടുത്തൊന്നും പറഞ്ഞിട്ടില്ല. അത് പറയാഞ്ഞത് നന്നായി. നിന്റെ അമ്മ ചിലപ്പോൾ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ വിഷമിക്കും. അതുകൊണ്ടേ നമുക്ക് എത്രയും പെട്ടെന്ന് ആ ജ്വല്ലറി വരെ പോവാം. നീ പെട്ടെന്ന് റെഡി ആവാനൊന്നും ഇല്ല സച്ചേട്ടാ, നമുക്ക് ഇതന്നെ ഇട്ടിട്ട് പോവാം. ഇതും പറഞ്ഞുകൊണ്ട് അങ്ങനെ സച്ചിയും രേവതി അവിടുന്ന് പോവാൻ കേട്ടോ. അപ്പൊ ചന്ദ്രമതി മനസ്സിൽ കരുതുന്നുണ്ട്, ഇവരെന്തായിരിക്കും വന്ന പാടെ തന്നെ പോയത്? എന്തായാലും മനസ്സിനൊരു സമാധാനം കിട്ടുന്നില്ല. ആ സുധിയെ വിളിച്ചു നോക്കട്ടെ. ഇത് പറഞ്ഞ് ചന്ദ്രമതി സുധിക്ക് വിളിക്കുന്നുണ്ട്. അങ്ങനെ സുധി ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഹലോ അമ്മേ. സുധി, എന്തായി സ്വർണത്തിന്റെ കാര്യം? അമ്മേ, ഇവിടെ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട്. സുധി, സ്വർണത്തിന്റെ കാര്യം എന്താന്ന് പറ. അമ്മേ, എന്താ കേൾക്കുന്നില്ല അമ്മേ. അവന്റെ അടുത്ത അടവ്. അവനെ കാണാൻ നേരിട്ട് ചെല്ലേണ്ടി വരുമെന്നാ തോന്നുന്നത്. ഇതും പറഞ്ഞ് ചന്ദ്രമതി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ജ്വല്ലറിയാണ് കേട്ടോ. ആ ജ്വല്ലറിയിലോട്ട് സച്ചിയും രേവതിയും കൂടി കടക്കുന്നതാണ്. സർ, എന്താ വേണ്ടത്? അത് പിന്നെ ഇവിടുത്തെ മാനേജർ ഒന്ന് കാണണമായിരുന്നു. അദ്ദേഹം പുറത്തു പോയിരിക്കുക സർ. ഒരു 5 മിനിറ്റ്സ്, അതിനുള്ളിൽ അദ്ദേഹം വരും. എന്താ സർ, വാങ്ങിച്ചത് തിരികെ കൊടുക്കാനും മറ്റുമാണോ? അപ്പൊ രേവതി പറയുന്നുണ്ട്, ഏയ് അല്ല ചേട്ടാ, ഞങ്ങൾക്ക് ഒരു വിവരം തിരക്കാനാ. ശരി, സാറ് വരുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം, ഞാൻ വിളിക്കാം. ശരി. അങ്ങനെ 5 മിനിറ്റോളം അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ഒരാൾ അകത്തോട്ട് കയറി വരുന്നത് കാണിക്കുന്നത്. സർ, സാറിനെ കാത്തു നിൽക്കുന്നവര് ഇവരാണ്. നമസ്കാരം, എന്താ വേണ്ടത്? ഞങ്ങൾക്ക് ഒരു കാര്യം അറിയണമെന്നുണ്ട്, അതിനുവേണ്ടി വന്നതാ. ശരി, പറയൂ. ഈ കട തുടങ്ങിയിട്ട് കുറെ നായില്ലെന്ന് തോന്നുന്നു അല്ലേ? അതെ, കട ഞങ്ങൾ ഇപ്പൊ വെച്ചതാ. ഒരു 1.5 മാസമായി കാണും. വലിയ രീതിയിലുള്ള പുരോഗമനമൊന്നുമില്ല. തൽക്കാലം നിർത്തിയാലോ എന്ന് കരുതിയിരിക്കുക. അല്ല, വാങ്ങാൻ വല്ല ഉദ്ദേശമുണ്ടോ? അയ്യോ, അതിന് വന്നതൊന്നല്ല. ഞങ്ങള് ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വന്നതാ. അന്വേഷണമോ? അതെ, പറയാം. ഇതും പറഞ്ഞ് സച്ചി സുധിയുടെയും അമ്മയുടെയും ഫോട്ടോ എടുത്ത് കാട്ടിക്കൊടുക്കാൻ കേട്ടോ. ചേട്ടാ, ഈ ഫോട്ടോയിലുള്ള 2 പേര് ഇവിടെ വന്നിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? എവിടെ നോക്കട്ടെ. ഇവരെനിക്കൊരു പരിചയം പോലെ തോന്നുന്നു. പക്ഷേ അവരുമായിട്ട് ഇടപഴകിയതായിട്ട് ഓർമ്മിക്കുന്നില്ല. ഇവിടുത്തെ 2 സ്റ്റാഫുകളുണ്ട്, അവരോടൊന്ന് ചോദിച്ചു നോക്കാം. എടാ മണികണ്ഠ, മോളെ രാധേ. എന്താ ചേട്ടാ, നിങ്ങൾ 2 പേരും വന്നേ. എന്താ ചേട്ടാ, ദേ ഈ ഫോട്ടോയിൽ ഇരിക്കുന്ന 2 വ്യക്തികളെ കണ്ടു പരിചയമുണ്ടോ? ഇവിടെ വന്നിരുന്നോ? ഇവിടുത്തെ കസ്റ്റമർ ആണെന്നാ ഇവര് പറയുന്നത്. നോക്കട്ടെ. ഈ ചേച്ചിയും ചേട്ടനും കൂടി മെനിഞ്ഞാന്ന് വന്നിരുന്നു. അപ്പൊ ഇവരിവിടുത്തെ കസ്റ്റമർ തന്നെയാ. അതെ, അവര് എന്താ ഇവിടുന്ന് വാങ്ങിയെന്നറിയോ?
അറിയാം, അതുകൊണ്ടാണല്ലോ ഇവരെ ഇത്രയും പരിചയം. ഇവര് ഒരു 2 മാല മേടിച്ചു, പിന്നെ കുറച്ച് വളകളും. ഞാൻ ഫോട്ടോയിൽ കാണിച്ചിരുന്ന വളയും മാലയും ആണെന്ന് പറയണം കേട്ടോ. ഇതും പറഞ്ഞിട്ട് ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതെ, എക്സാക്ട് ഇത് തന്നെ, ഇവിടുന്ന് വാങ്ങിച്ചതാണിത്. ദേവതി, അപ്പോ അവര് തന്നെ ഇത് ചെയ്തത്. അല്ല, എന്നാ അവര് വന്നത്? മെനിഞ്ഞാന്നായിരുന്നു വന്നത്, അധികമൊന്നും ആയിട്ടില്ല. അപ്പോ അവര് തന്നെ ഉറപ്പിക്കാം രേവതി. അല്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എന്താ ഉണ്ടായത്? അത് പിന്നെ ചേട്ടാ, മെനിഞ്ഞാന്ന് ഇവര് വന്നിട്ട് കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ കാണിച്ചു. അതേ പകർപ്പിലുള്ള ഇതുപോലുള്ള ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ കൂടുതലൊന്നും അന്വേഷിച്ചില്ലേ? ബൾക്കായ ഓർഡർ ആയതുകൊണ്ട് ഞങ്ങൾ അത് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കായിരുന്നു. ശേ, അതിനെ കുറിച്ചൊന്നും അന്വേഷിക്കാതെ അങ്ങനെ പെട്ടെന്നൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല. അത് പിന്നെ സോറി സർ, ഇനി ഇതിന്റെ പേരിൽ അവരെ വഴക്ക് പറയണ്ട സർ. ഞങ്ങൾക്ക് വലിയൊരു ചോദ്യത്തിനാ ഉത്തരം തന്നിരിക്കുന്നത് ഇവര്. അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇതെന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല. അത് മറ്റൊന്നുമല്ല, എന്റെ സ്വന്തം അമ്മയും ഏട്ടനും കൂടി ഇവളുടെ ആഭരണങ്ങൾ എടുത്ത് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങളാക്കി തിരികെ കൊണ്ടുവച്ചു. സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയിട്ട്. അയ്യോ, അത് വലിയ തെറ്റാണല്ലോ. ഇതൊന്നും അറിയാതെ സാർ ഇവരിങ്ങനെയൊക്കെ ചെയ്തത്. അതൊന്നും കുഴപ്പമില്ല, ഇവരെന്ത് പറയാനാ? ഇവര് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. എന്തായാലും അവർക്കുള്ളത് ഞാൻ കൊടുത്തോളാം. ഇത് പോലീസിനെ അറിയിക്കുവോ സർ? തൽക്കാലം പോലീസിനൊന്നും അറിയിക്കുന്നില്ല. വിവരമൊക്കെ അറിഞ്ഞല്ലോ. ഇനി എന്തായാലും നേരിട്ട് അവിടെ ചെന്നാവാം. ശരി സാർ. പിന്നെ ഇയാളെ ഞങ്ങൾ കൂടെ ഒന്ന് വിടുവോ? അയ്യോ, എന്നെ എന്തിനാ? അല്ല, ഞങ്ങൾക്കൊരു ദൃക്സാക്ഷിയായിട്ട് നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ വന്ന് പറഞ്ഞാലേ അവിടെ എല്ലാവരും വിശ്വസിക്കൂ. അത് പിന്നെ അവിടുത്തെ ഓണർ പറയുന്നുണ്ട്, നിങ്ങളല്ലേ ഈ പ്രശ്നം ഉണ്ടാക്കി വെച്ചത്. നിങ്ങൾ രണ്ടുപേരും ഈ ബൾക്കായിട്ടുള്ള ഓർഡർ വരുമ്പോ എന്നോടൊന്നും പറയണ്ടായിരുന്നോ? ഇനിയിപ്പോ ഇത്രയൊക്കെ ആയില്ലേ, അവരുടെ കൂടെ ചെല്ല്. അത് വേണോ ചേട്ടാ പേടിക്കൊന്നും വേണ്ട. അതെ, ഇവര് പോലീസ് കേസ് ഒന്നും ആക്കിയിട്ടില്ല. അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിലൊന്നും കയറേണ്ടി വരില്ല. ഇല്ലെങ്കിലേ താനൊക്കെ കയറി തൂങ്ങുമായിരുന്നോടോ. സാറേ, ഇവരെ കൊണ്ടുപോയി ഇങ്ങോട്ട് വിടുവല്ലോ അല്ലേ? കൊണ്ടുപോയ പോലെ കാറിൽ ഇങ്ങോട്ട് തന്നെ കൊണ്ടാക്കി തരും. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. ശരി സാറേ, എന്നാ പിന്നെ ചെല്ലടോ. ശരി. ഇതും പറഞ്ഞ് അയാൾ അവരുടെ കൂടെ ചെല്ലാൻ കേട്ടോ. പിന്നെ അവരങ്ങനെ ചന്ദ്രോദയത്തിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. ചേട്ടാ പേടിക്കുന്ന വേണ്ട. ചേട്ടൻ സത്യം അവിടെ പോയി പറഞ്ഞാ മതി. അത്ര മതിയല്ലോ അല്ലേ? അത് മതിയെന്നേ. ശരി. അല്ല, വീട് എത്താറായില്ലേ? ഇവിടുന്ന് ആ വളവ് അങ്ങ് തിരിഞ്ഞ വീടെത്തിച്ചേട്ടാ. അപ്പൊ രേവതി പറയുന്നുണ്ട്, ചേട്ടൻ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? സത്യമുള്ള പോലെ പറഞ്ഞാ പോരെ? ശരി മോളെ. അങ്ങനെ കുറച്ചു നേരത്തിനുള്ളിൽ വീടെത്തുന്നുണ്ട് കേട്ടോ. അപ്പോ സച്ചി പറയുന്നുണ്ട്, ചേട്ടൻ കാറിൽ തന്നെ ഇരുന്നോ, ഞങ്ങൾ പറയുമ്പോ ഇറങ്ങി വന്നാ മതി. രേവതി, ഞാൻ എല്ലാരും ഒന്ന് വിളിക്കട്ടെ, എന്നിട്ടേ ഇയാളെയും കൊണ്ട് അങ്ങോട്ട് വാ. ശരി. അങ്ങനെ സച്ചി നേരെ ചന്ദ്രോദയത്തിന്റെ ഉള്ളിലോട്ട് കയറുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഡൈനിങ് ഹാളിൽ ചെന്നിട്ട് ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്, അച്ഛാ, അമ്മേ, എടാ കഴിവേട്ടവനെ, സുധി, ശ്രീകാന്തേ, വർഷേ, ശ്രുതി, എല്ലാവരും ദേഷ്യം പിടിച്ച് താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. എന്താടാ, എന്തിനിങ്ങനെ അലറി വിളിക്കുന്നതെന്ന് സുധി പറയുന്നുണ്ട്. വാടാ ഇങ്ങോട്ട്. എന്താടാ? അപ്പൊ ശ്രീകാന്ത് പറയുന്നുണ്ട്, എന്താ സച്ചേട്ടാ അടുത്ത പ്രശ്നം? നിനക്കൊക്കെ ഞാൻ പറഞ്ഞുതരാം, ഇങ്ങോട്ട് വാ. എടാ സച്ചി, എന്താടാ പ്രശ്നം? അച്ഛൻ വന്നേ. എവിടെ അവര്? അച്ഛന്റെ ഭാര്യ. അവളെവിടെ ഉണ്ടായിരുന്നു. ചന്ദ്രേ, വിളിച്ചു പോവണ്ട, ഞാൻ വരുന്നു. എന്താ അടുത്ത പ്രശ്നം? ഇങ്ങോട്ട് വാ. അടുത്ത പ്രശ്നം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ അമ്മയും മോനും ഒന്ന് ഇങ്ങോട്ട് മാറിന്നേ. സുധി, നിന്നോടാ ഞാൻ പറഞ്ഞത്, ഇങ്ങോട്ട് വാടാ. ഞാൻ എന്തിനാടാ നീ വിളിക്കുന്നിടത്തേക്ക് മാറി നിൽക്കണം? നീ മാറിയുന്നില്ലെങ്കിലേ നിന്റെ കർണത്തടിച്ച് മാറ്റി നിർത്തേണ്ടി വരും. ദേ സച്ചി, എന്റെ സുധിയുടെ അടുത്ത് നിന്റെ കയ്യൂക്കൊന്നും വേണ്ട. അത് ഞാൻ തീരുമാനിച്ചോളാം. നിങ്ങൾ മിണ്ടാതിരുന്നാ മതി. സുധി, ഇങ്ങോട്ട് മാറി നിൽക്കടാ. ഇതും പറഞ്ഞ് സുധി അങ്ങോട്ട് മാറ്റി നിർത്തുന്നുണ്ട്. അമ്മയും അങ്ങോട്ട് മാറ്റി നിർത്തുന്നുണ്ട് കേട്ടോ. അപ്പോ വർഷ പറയുന്നുണ്ട്, എന്താ സച്ചേട്ടാ? തെളിയിക്കാനുള്ളതൊക്കെ ഇപ്പൊ ഞാൻ തെളിയിച്ചു തരാം. സ്വർണം ഇവരല്ലേ എടുത്തതെന്നും അവിടെ മുക്കുപണ്ടമാക്കി വെച്ചത് ഇവരല്ലെന്നും അല്ലേ പറഞ്ഞത്? അങ്ങനെയാണ് നിന്റെ അമ്മയും നിന്റെ ഏട്ടനും അവകാശപ്പെടുന്നത്. എന്നാലേ സ്വർണം ഇവര് തന്നെ എടുത്തത്. അപ്പൊ സുധി പറയുന്നുണ്ട്, എടാ, എന്താണ് നീ പറയുന്നത്? സ്വർണം ഞങ്ങളാണ് എടുത്തതെന്നോ? കള്ളം പറഞ്ഞാലുണ്ടല്ലോ. എന്നാ പിന്നെ പോലീസിനെ വിളിക്കട്ടെടാ. പോലീസിനെയൊക്കെ എന്തിനാ വിളിക്കുന്നത്? വെറുതെ ഒരാവശ്യമില്ലാതെ നാണക്കേട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നിന്റെ ഭാര്യയുടെ സ്വർണം പോയിട്ടുണ്ടെങ്കിലേ അതിന്റെ കാരണക്കാരൻ നിന്റെ വീട്ടുകാരായിരിക്കും. എടാ, രേവതിയുടെ വീട്ടുകാരെ പോയ നിനക്ക് എങ്ങനെ തോന്നടാ? ഉള്ള തെറ്റ് മുഴുവൻ ചെയ്തു വെച്ചിട്ട്. അപ്പൊ പിന്നെ നിനക്ക് എന്നെ പറയാവോ? അപ്പോ ശ്രുതി പറയുന്നുണ്ട്, സച്ചി, നിനക്ക് എന്ന് പറയാനാണോ ശ്രുതിയെ? ശ്രുതിക്ക് വേണമെങ്കിൽ എന്റെ സ്വർണം ഞാൻ ഊരിക്കൊടുക്കും. എന്നാലും നിങ്ങളെ സ്വർണത്തിന്റെ അടുത്തോട്ടൊന്നും ശ്രുതി വരത്തില്ല. ആര് പറഞ്ഞ് വരത്തില്ലെന്ന്? ദേ, ഇവൻ തന്നെയല്ലേ ഞങ്ങളുടെ സ്വർണം മോഷ്ടിച്ചതും. ദേ സച്ചി, കൂടുതൽ നീ കിടന്ന് ഓവർ ആവല്ലേ. ഒന്ന് മിണ്ടാതെ നിക്കടി പാർലറെടുത്തി. സച്ചി, എന്തൊക്കെ നീ പറയുന്നത്? അച്ഛന്റെ ഈ ഭാര്യ ഉണ്ടല്ലോ, വിശ്വസ്തയായ ഭാര്യയും ഭാര്യയുടെ മൂത്ത മകനും കൂടി ചേർന്ന് ചെയ്ത പണിയാ ഇത്. എടാ, നീ ചുമ്മാ അതൊന്നും മിണ്ടരുത്. നിങ്ങൾ അമ്മയായി പോയി. ഇല്ലായിരുന്നെങ്കിലേ
ഈ സച്ചയുടെ തനി ഗുണം അറിയായിരുന്നു നിങ്ങൾ. എടാ നീ ഇങ്ങനെ വാചകടിക്കുന്നുണ്ടല്ലോ, എങ്ങനെയാടാ ഞാനും അമ്മയും കള്ളനാവുന്നത്? കാണിച്ചു തരാടാ. രേവതി അയാളിങ്ങ് കൊണ്ടുവാ. രേവതി ആണെങ്കിൽ അയാളെയും കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അയാളെ കണ്ട പാടെ തന്നെ ഉണ്ടല്ലോ നമ്മുടെ ചന്ദ്രമതിയും സുധിയും കൂടി ആകെ ഞെട്ടിത്തരിക്കുന്നുണ്ട്. അയ്യോ അമ്മേ, ആ ജ്വല്ലറിയിലെ ആള്. എടാ എല്ലാം പോയി സുധി, ഇനി എങ്ങനെയാടാ നമ്മൾ രക്ഷപ്പെടുക? ഇനി രക്ഷപ്പെടാൻ വഴിയൊന്നും ഇല്ലമ്മേ. അവന്റെ കാൽക്കഴിയിൽ വീണ് മാപ്പ് പറയേണ്ടി വരും. പോടോ, എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട്. എന്താ ഇപ്പൊ നിങ്ങളുടെ നാവിറങ്ങിപ്പോയോ? ഇതാരാണെന്ന് നിങ്ങൾക്ക് അറിയോ? അപ്പോ രവി പറയുന്നുണ്ട്, സച്ചി എന്താ ഏതാന്ന് തെളിയിച്ചു പറ. ഹച്ചാ ഈ വിവരം ഞങ്ങൾ എങ്ങനെ അറിഞ്ഞെന്നറിയോ? ദേവുവിന്റെ ഒരു കൂട്ടുകാരി മുഖേന. ദേവുവിന്റെ കൂട്ടുകാരിയെ ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ വാങ്ങാൻ പോയപ്പോ ഈ 2 വ്യക്തികൾ അവിടെ ഉണ്ടായിരുന്നു. അതും കുറെ ആഭരണങ്ങൾ മേടിക്കാൻ വേണ്ടി. ആ രേവതിയുടെ ആഭരണങ്ങളെ. രേവതിയുടെ ആഭരണങ്ങളോ? അതെ, ബാക്കി ഈ ചേട്ടൻ പറയും. സാറേ ഇവര് 2 പേരും ഞങ്ങളുടെ ജ്വല്ലറി വന്നിരുന്നു കുറച്ച് തോനെ ആഭരണങ്ങൾ വാങ്ങിക്കാന്. സാറിന്റെ ഫോണിലുള്ള അതേ ആഭരണങ്ങൾ തന്നെ ഇവര് വാങ്ങിച്ചത്. അപ്പൊ സുധി പറയുന്നുണ്ട്, എടോ താൻ കള്ളം പറയരുത്, താൻ കള്ളം പറയില്ലേ? അത് ശരി, ഞങ്ങളടുത്തുനിന്ന് വാങ്ങിച്ചത് പോരാ, അവസാനം ഞങ്ങൾ കുറ്റക്കാരാക്കുകയാണോ? എടാ നീ ഇതിപ്പോ ഇനി ഞങ്ങൾ കൊണ്ടുവന്നതാണെന്നും പറയും വേണ്ടിയേ ഇവരുടെ CCTV ഫുട്ടേജും ഉണ്ട്. അതിൽ നീയല്ലാന്ന് നീ പറയില്ലല്ലോ. നീയും ഇവരും വ്യക്തമായിട്ട് പതിഞ്ഞിട്ടുണ്ടടാ. ആ സമയത്ത് രവി പറയുന്നുണ്ട്, എടാ ഈ കേട്ടതൊക്കെ സത്യമാണോ? അത് പിന്നെ സത്യമാണോന്ന്. ചന്ദ്രേ ഇതിനൊക്കെ നീ കൂട്ടു നിന്നിട്ടുണ്ടല്ലേ? രവിയേട്ടാ അത് ആ സ്പോട്ടിൽ തന്നെ ചന്ദ്രയുടെ മുഖത്ത് ഒരൊറ്റൊരെണ്ണം പൊട്ടിച്ചു കൊടുക്കാൻ കേട്ടോ. ഇണ്ടരുത്, നീ എന്റെ മക്കളുടെ അമ്മയായി പോയി. ഇല്ലെങ്കിൽ കഴുത്ത് നെരിച്ച് നിന്നെ കൊന്നേനടി. ആർക്കും വേണ്ടാത്ത പണത്തിന് ആർത്തി പിടിച്ച് നടക്കുന്ന ഒരു ജന്മം. പണം ഉണ്ടാക്കാൻ അറിയില്ല, മറ്റുള്ളവരുടെ പണം നക്കി തിന്നാൻ ഇവനെ പോലുള്ളവർക്ക് അറിയും. അതിന് ഒത്താശ ചെയ്യാനായിട്ട് ഒരു തള്ളയും. നീയൊക്കെ എത്ര കൊണ്ടാലും പഠിക്കില്ലടാ. ആ പാവത്തിന്റെ സ്വർണ്ണം എടുത്ത് വിൽക്കാൻ നിന്നേക്കുന്നു. എന്നാ സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുവെക്ക. അതിന് പകരം അവൻ ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ കൊണ്ടുവച്ചേക്കുന്ന. ഇത് കണ്ടപ്പോ ശ്രീകാന്ത് പറയുന്നുണ്ട്, സുധിയേട്ടാ നിങ്ങൾ ഇത്ര മോശം വ്യക്തിയായിരുന്നോ? ഛേ, മറ്റുള്ളവരുടെ സ്വർണ്ണം എടുത്ത് പെരുമാറിയതും പോരാ, ആ സ്വർണ്ണം അവിടെ കൊണ്ടുവെക്കാനുള്ള മര്യാദ പോലും കാണിക്കാത്തവൻ. അപ്പൊ ഇതൊക്കെ കേട്ടിങ്ങനെ നിൽക്കേണ്ടി വന്നപ്പോ ശ്രുതി പറയുന്നുണ്ട് കേട്ടോ, സുധി ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നത്? ഇതൊക്കെ സത്യമാണോ? അപ്പൊ നിനക്ക് നിന്റെ കടയിൽ നിന്ന് പ്രത്യേകിച്ച് ഒന്നും കിട്ടുന്നില്ലേ? അത് പിന്നെ ശ്രുതി സത്യമാണോന്ന്? സത്യമാണ്, എനിക്ക് ഒരു ചതി പറ്റിപ്പോയി. വീണ്ടും വീണ്ടും സുധി എന്നെ ചതിച്ചോണ്ടിരിക്കുകയാണല്ലേ. ഇതുപോലെ ഒരാളാണല്ലോ എനിക്ക് വിവാഹം കഴിക്കേണ്ടി വന്നത്. ഇത് പറഞ്ഞോണ്ട് ശ്രുതി ദേഷ്യം പിടിച്ചോണ്ട് മുകളിലോട്ട് കയറിപ്പോണേ. ശ്രുതി എടാ കഴിവേട്ടവനെ, നിന്നെ പോലുള്ള ഒരു ഭർത്താവിനെ കിട്ടിയതില് അവൾ ഇപ്പൊ കരഞ്ഞ് കണ്ണീരൊഴുക്കും. നീ എത്ര പറഞ്ഞിട്ടും കാര്യമില്ലടാ. മര്യാദയ്ക്ക് എന്റെ രേവതിയുടെ സ്വർണം നീ സമയത്തിന് എത്തിച്ചോ. നാളെന്നൊരു ദിവസം നിനക്കുണ്ട്. അതിനുള്ളിൽ എന്റെ രേവതിയുടെ സ്വർണം കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നിന്റെ ഷോറൂമിൽ ഞാൻ കത്തിച്ച് ചാമ്പലാക്കും. ഇല്ലെങ്കിൽ നിന്റെ കാറ് കൊണ്ടുപോയി ഞാൻ വിൽക്കുവടാ. സ്വർണത്തിന്റെ വിലയെ ഇപ്പൊ അത്രയ്ക്കും മേലെയാണ്. എന്ത് ചെയ്യണമെന്നുള്ളത് നീ തന്നെ തീരുമാനിച്ചോ. കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല. എന്റെ രേവതിയുടെ സ്വർണം കറക്റ്റായിട്ട് നാളെ എന്നുള്ളൊരു ദിവസം ഉണ്ടെങ്കിൽ എന്റെ കയ്യിൽ എത്തിച്ചിരിക്കണം. രേവതി വാ. ചേട്ടൻ പൊയ്ക്കോ. ഒരുപാട് നന്ദിയുണ്ട്. ചേട്ടന് വേണമെങ്കിൽ ഞങ്ങൾ ആക്കിത്തരാം. അയ്യോ ഇതൊന്നും വേണ്ട കൊച്ചേ, ഞാൻ പൊയ്ക്കോളാം. ഇതും പറഞ്ഞുകൊണ്ട് അയാൾ അവിടുന്ന് പോവാണ് കേട്ടോ. അപ്പൊ വർഷ പറയുന്നുണ്ട്, എന്നാലും എന്റെ സുധിയേട്ടാ ഇത്ര മോശപ്പെട്ട ഒരു വ്യക്തിയാണല്ലോ നിങ്ങൾ. എല്ലാരേക്കാളും മോശം സ്വഭാവം നിങ്ങൾക്ക്. വീട്ടിലുള്ളവരെ തമ്മി തലിക്കുന്ന സ്വഭാവം. അതിനെല്ലാത്തിനും കൂട്ടു നിൽക്കാൻ ഒരു ആന്റിയും ഉണ്ട്. ഛേ, ഇതും പറഞ്ഞ് ശ്രീകാന്തിനെ കൂട്ടിയിട്ട് വർഷ അവിടുന്ന് പോവാണ്. തൃപ്തി ആയാലൂടാ നിനക്ക്? അയ്യോ എന്റെ കരണത്തോരണം കിട്ടുകയും ചെയ്തു. അമ്മ വേദനിക്കുന്നുണ്ടോ? ഇല്ലടാ, എനിക്ക് തണുക്കാ ചെയ്യുന്നത്. നിന്റെ കരണത്തിൽ ഞാൻ തരുന്നുണ്ടടാ. എടാ നീ എന്നെ നോക്കുന്ന നേരം കൊണ്ട് ആ പെണ്ണിനെ പോയി വല്ലതും സമാധാനിപ്പിക്കാൻ നോക്ക്. എന്നിട്ട് എങ്ങനെയെങ്കിലും സ്വർണം സംഘടിപ്പിക്ക്. അയ്യോ എന്തൊരു വേദന. എന്റെ രവിയേട്ടൻ എന്നെ ആദ്യമായിട്ട് തല്ലി, അതും ഇവൻ കാരണം. അയ്യോ രവിയേട്ടാ. ഇതും പറഞ്ഞിട്ട് ചന്ദ്രമതി അവിടുന്ന് വേദനിച്ചോണ്ട് പോകുന്നത് കാണിക്കുന്നുണ്ട്. സുധി ആകെ വിഷമിച്ചോണ്ട് നിൽക്കുന്നതും കാണിക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു കിടിലൻ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. എന്തായാലും നാളെ സുധി സ്വർണം കൊണ്ടു കൊടുക്കോ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്തോളൂ. നെക്സ്റ്റ് എപ്പിസോഡ് അടുത്ത എപ്പിസോഡിലായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗൈസ്, ലവ് യു ഓൾ.